പൂഞ്ഞോഞ്ഞ് മാമണക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നടന്ന ഡിസ്കഷൻ ആണേ. അവള് കോടതി വിധി ഈ പറയുന്ന സാധനത്തില് കോടതിയില് 6 മാസം 4 വിധി പിന്നെ നീട്ടി വെച്ചിരിക്കുന്നു. മുന്നോട്ടുള്ള തീയതി കൊടുത്തിരിക്കുന്നു. അപ്പൊ അന്നാണ് നമുക്ക് വാദം കേൾക്കേണ്ടത്. വാദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഹാജരാവണ്ടേ? എനിക്ക് അവര് റിപ്പോർട്ട് അയക്കും. എന്നിട്ട് ഈ റിപ്പോർട്ടിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം. മനസ്സിലായോ? അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. നമുക്കൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. എനിക്ക് പെർമനന്റ് അഡ്രസ് ഉണ്ട്. ഷെഫീന മൻസിൽ, പറകുന്നു പീവോ, നാവായിക്കുളം. എന്റെ അഡ്രസ്സാണത്. എന്റെ ഉമ്മച്ചിയും എന്റെ ബാപ്പച്ചിയും എനിക്ക് തന്ന 1 ഏക്കർ പറമ്പിൽ ഒരു കുഞ്ഞി വീട് കെട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ തന്നെ വരും. എന്നെ ഏത് രാജ്യത്ത് പോയി നിന്നാ, ഞാൻ 22 വർഷം ദുബായി നിന്ന്, അതുകൊണ്ട് ദുബായ് എന്റെ വീടെന്ന് എനിക്ക് പറയാൻ ഒക്കൂലല്ലോ. അതെന്റെ നാടുമല്ല. എന്റെ നാട് പറകുന്നാണ്. എന്റെ നാട് 28 മൈൽ നാവായിക്കുളമാണ്. അതുപോലും അറിയാത്ത വിവരദോഷി നീ ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്ന്. ഏതാ ഒരു വില്ലേന്നല്ലേ നീ ഇപ്പോഴും കൊടുക്കണം? അത് നിന്റെ വീടാ. നീ താമസിച്ച വാടക വീട്ടിന്റെ പേരല്ലേ അത്? ഷെഫീനാക്ക് വാടക വീടിന്റെ അഡ്രസ്സ് കൊടുക്കണം. ഷെഫീനാക്ക് അഡ്രസ് ഉണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, അഡ്രസ് ഉണ്ട്, ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്. വാപ്പായുടെ ഉമ്മയുടെയും ഫേസും കൊണ്ടുവന്ന് കാണിക്കും. എന്റെ കുടുംബക്കാർ എന്റെ ലൈവിൽ വരും. നിന്റെ തന്തയുടെ ഫേസ് നീ ഒന്ന് കാണിക്ക്. നിനക്ക് തന്തയുണ്ടെങ്കിൽ നിന്റെ തന്തയുടെ ഫേസ് നീ കൊണ്ടുവന്ന് കാണിക്കാ. ഫേസ് കൊണ്ടുവന്ന് കാണിരടി. നീ നിന്റെ ശവക്കുട്ടികളെ കൊണ്ട് കാണിക്കാൻ. നിന്റെ തന്ത പോക്സോ തന്തയുടെ ഫേസ് കൊണ്ടുവന്ന് കാണിരി. എന്നിട്ടിരുന്ന് വെല്ലുവിളി. നിന്റെ മറ്റവള് അടൂർ കോടതിയിലെ വിധി എന്താണെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. മാനിപ്പുലേഷൻ നടത്തുന്നത് നീ, മാനിപ്പുലേഷൻ നടത്തുന്നത് നിങ്ങൾ, ഞങ്ങളല്ല. അതിന്റെ ആവശ്യമില്ല. 20,000 രൂപ 10,000 രൂപ കൊടുത്തില്ലെന്നല്ലേടി നീയും എന്തിറച്ചി ഇന്നലെ വരെ പറഞ്ഞത്. ഇന്ന് ഞാൻ അതിന്റെ കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചപ്പോ എവിടെ പോയി നിന്റെ മറ്റേ അപരാധം? എന്റെ ഒരു സാധനം ഇവിടുന്ന് പോവൂല. ഇത് ഇവിടെ തന്നെ കാണും. ഷെഫീനയുടെ ലൈവ് ഇവിടെ കാണും. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ക്ഷമയെന്ന് പറയും. ഞാൻ നിങ്ങളെ ഓർത്താണ് ഞാൻ മിണ്ടാതെ പോകുന്നത്. ഇത് ഇരുന്നങ്ങ് തകർപ്പ. അവൾ പറയണ തെറി കേൾക്കൂ. അവൾ പറയണത് എടി ഞാൻ തെറിയല്ലേടി വിളിച്ചോളൂ. അല്ലാതെ നീ നിന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം പോലെ വിരലിടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചില്ലല്ലോ നാട്ടുകാര. നീ നിന്റെ മോൾക്ക് കൊടുക്കുന്ന അങ്ങനെയല്ലേ? നീയല്ലേ നിന്റെ മോക്ക് ഉപദേശം കൊടുക്കുന്നത്, അതും പബ്ലിക്കില്, ആളുകളുടെ മുമ്പില്. ഒരു പെണ്ണിന്റെ അടുത്ത് ആശയപരമായി അടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ പെണ്ണിനെ വിരലിട്ട് കളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും മ്ലേച്ഛമായി അധിക്ഷേപിച്ച നീ പെമ്മക്കട അമ്മയോ? നീ എന്റെ അടുത്ത് എന്തോന്നിന് വരുന്നത്? എന്ത് വൃത്തികെട്ട്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് വേദന വരുന്നില്ലേ നസീറെ? അപ്പൊ അവള് പറഞ്ഞില്ലേ എന്ത് വൃത്തികേടാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയുള്ളൊരു ബന്ധമില്ല. ഒരുപാട് കാര്യം തുറന്ന് പറയുന്നു. അല്പം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സഹോ അതല്ല നമ്മുടെ എനിക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. അല്ലല്ല, ഇവള് ഇന്നലെ വരെ എന്തോ പറഞ്ഞേ, ഞാൻ കേസ് കൊടുത്തിട്ടില്ലെന്ന്. ഇന്ന് ഞാൻ കേസ് കൊടുത്ത പേപ്പർ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് കണ്ട അവിടെ ഉണ്ട് ഞാൻ. ഷെഫീനയുടെ പാസ്പോർട്ടിലും ഷെഫീനയുടെ സർവത്ര സർട്ടിഫിക്കറ്റിലും ഉള്ള അഡ്രസ് ഷെഫീന മൻസൽ, പറകുന്നു പീവോ, നാവായിക്കുളം എന്ന് തന്നെയാണടി. മരണം വരെ ഷെഫീനയുടെ അഡ്രസ് അത് തന്നെയാടി. ഷെഫീനയുടെ മയ്യം അടക്കാൻ പോകുന്നത് ജമാഅത്ത് അത് തന്നെയാണ്. കൊടുവേലിക്കോണം ജമാഅത്ത് സുൽത്താൻ വീട്ടിലെ ഷെഫീന ബീവി. മനസ്സിലായോടി എനക്ക്? ആളാരാണെന്ന് എനിക്ക് പിടിയിട്ടോ? ഷെഫീന ബീവി, ഷെഫീന മൻസൽ, പറകുന്നു പീവോ, നാവായിക്കുളം. ദാറ്റ് ഈസ് മൈ അഡ്രസ്. സുൽഫത്ത് ബീവി എന്റെ ഉമ്മ, അലിയാരുകുൻ എന്റെ വാപ്പ. എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് ആളുകളുണ്ട്. നിനക്കത് ഇല്ല. നീ ആലപ്പുഴ ജനിച്ചു വളർന്ന നിനക്ക് ഏതാണ് അഡ്രസ്? നിനക്ക് വീടുണ്ടോ? കുടുംബമുണ്ടോ? നിന്റെ കൂടെ ഇരിക്കുന്ന വെപ്പാട്ടം നിന്റെ ഭർത്താവാണോ? അല്ലടി. ഷെഫീനയുടെ ഭർത്താവിന്റെ പേര് മുഹമ്മദ് ഷൗക്കത്ത് അക്ബർ. മനസ്സിലായോടി? അതെല്ലാ സർട്ടിഫിക്കറ്റിലുണ്ട്. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന് അവർ അവഹേളിച്ച നിനക്ക് ഷെഫീനാക്ക് പറയാൻ അഡ്രസ്സിലെന്ന് പറയാൻ നാണമുണ്ടോടി? മനസ്സിലായി? ഞാൻ മുക്കൂല, നീയും മുക്കരുത്. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ ആ ലൈവ് അവിടെ ഇട്ടിട്ട് നീ എന്നെ വെല്ലുവിളിച്ച് വാടി. ഷെഫീന ഇവിടെ ഉണ്ടടി, ആനമലയിലുണ്ടടി. വന്നൊന്ന് തൊട്ടു നോക്കടി. എന്റെ താടത്തെ രോമം പറിച്ചിന്റെ വായിക്കാത്ത വെച്ച് തരാം ഞാൻ. നീ വാടി, നീ തൊട്ടു നോക്കടി. നീ ആരേടിയാ വെല്ലുവിളിക്കുന്നത്? നിനക്ക് എന്ത് മനസ്സിലായി ഷെഫീനായെ പറ്റി? നീ ഷെഫീനായെ പറ്റിക്കാൻ നടക്കണ്ട. ഷെഫീനായെ നീ പറ്റിക്കൂല, നടക്കൂല. തണ്ടും തടികൾ 2 ആമക്കളെ പറ്റി വെച്ചിരിക്കുന്നത്. അന്തസ്സായിട്ട് വളർത്തിയും വെച്ചിരിക്കുന്നത്. നിന്നെ പോലെ കട്ടുമോട്ടിച്ച് കൊണ്ടുവന്ന് അണ്ണാക്കി തിരികെ കൊടുത്തല്ല വളർത്തിയത്. വിയർപ്പിന്റെ ഭാരം ആ കുഞ്ഞുങ്ങൾ കഴിച്ചിട്ടുള്ളത്. അവന്മാരും അതിന് മറുപടി നിനക്ക് തരും. മനസ്സിലായാ? നിന്റെ മോളെ പോലെ നാട്ടുകാർക്ക് പിഴയ്ക്കാനല്ലടി ഞാൻ മക്കളെ പറ്റി വെച്ചിരിക്കുന്നത്. മാക്സിമം നീ പറഞ്ഞു കഴിഞ്ഞു.
നീ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. നിനക്കും അറിയാം, പടച്ചവനും അറിയാം അത് മുഴുക്ക നുണയാണെന്ന്. എടി എന്തിരവളെ, നിന്റെ ദേഹത്തുണ്ടായ പുണ്ണ് നിന്റെ മക്കളുടെ ദേഹത്തും ഉണ്ടായി. നീ അത് കണ്ട് ഇഞ്ചിഞ്ചായി അടങ്ങുന്നത് കണ്ടേ മരിക്കുള്ളൂ ഷെഫീന. എനിക്ക് എന്റെ ഏറ്റവും വലിയ സന്തോഷമാണ്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഞാനായിട്ട് ഇത് പറയണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലല്ല, എനിക്ക് ആ ഡോക്യുമെന്റ് കാണിക്കാക്കൂല. ഞാൻ ഇന്ന് വൈകിട്ടിട്ട് ഇതിനകത്ത് പോലും ഡോക്യുമെന്റ് കാണിച്ചാൽ എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും. എന്റെ കയ്യിൽ ഡോക്യുമെന്റ്, നിങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് വരൂ, ഞാൻ ഡോക്യുമെന്റ് ഇട്ടുതരാം. ഞാനാണ് കേസ് കൊടുത്തത്, മാനനഷ്ടത്തിന് കേസ് കൊടുത്തവൾ ഞാൻ, തെറി വിളിച്ചതിന് എന്നെ തെറി വിളിച്ചതിന് കേസ് കൊടുത്തവൾ ഞാൻ. അതാ ആ ഡോക്യുമെന്റ് എടുത്ത് വെച്ച് വായിക്കുകയാണ് അമ്മാമ്മ. എന്നിട്ട് പറയല്ലേ, നീ കോട്ടയത്ത് താമസിച്ചിട്ട് നിന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമോ? അതാരാ? ബലറാമേ, നാളെ രാവിലെ ഞാൻ നിന്നെ വന്ന് തൂക്കിക്കൊല്ലും. എടീ ബോട്ടമ്മായി, തട്ടിപ്പ് കേസിലെ മണ്ടത്തി, തട്ടിപ്പ് കേസിലെ അമരാവതി, നീ ആരേടി വെല്ലുവിളി പോലീസുകാരെ? ചെല്ലടി, നീ തുടയണ്ടെങ്കിൽ നീ ചെല്ലടി. കളക്ടർക്ക് ഇന്നലെ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തു, നീ പോയി കളക്ടർ വെല്ലുവിളിയടി. ഞാനൊന്ന് കാണട്ടെ നിന്റെ ചോണ മിടുക്ക്, ഞാനൊന്ന് കാണട്ടെ. ഒളിച്ചു താമസിക്കേണ്ട ഗതികേട് നിനക്ക്, 3 മാസത്തിൽ ഒരിക്കൽ റൂം മാറേണ്ട ഗതികേട് നിനക്ക്. നീ എനിക്ക് ഇട്ടുന്ന അഡ്രസ് നീ ഇപ്പൊ ഉണ്ടോ? ഇല്ല, വീട് മാറി. എന്തിന് മാറി? ഒളിച്ചു താമസിക്കേണ്ട ഗതികേട് നിനക്ക്. നീ എന്നെ വെല്ലുവിളിച്ച ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി ഇതിന്റെ ഓണറെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ അതേ വീട്ടിൽ ഷെഫീന ഉണ്ട്. നീ ഒന്ന് ഇറക്കി കാണീരെന്നെ, നീ എന്നെ ഒന്ന് ഇറക്കി കാണീരടി. ഞാനൊന്ന് കാണട്ടെ. ഞാൻ വാടക വീട്ടിലാണെന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ എനിക്ക്, അതങ്ങ് തീർന്നില്ലേ? ഒന്നാക്കി തന്നില്ലേ ഞാൻ? ഷെഫീനാക്ക് വീടുണ്ട്, ഷെഫീനാക്ക് അഡ്രസ് ഉണ്ട്. നിന്നെ പോലെയല്ല, അഡ്രസ് ഉള്ള കുടുംബത്തിലെ പെണ്ണ, അഡ്രസ് ഉള്ള വീടുള്ള പെണ്ണ. എനിക്ക് ഉമ്മായും ഉണ്ട് വാപ്പായും ഉണ്ട്. അത് നീ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. നിനക്കതില്ല. നിനക്ക് നിന്റെ അമ്മയെ ഞാൻ കൊണ്ടുവന്നിരുത്തിയാണൊക്കെ പറയാൻ പറ്റുമോ? നിന്റെ അമ്മ വന്നിരുന്ന് പറയോ, മോളെ നിന്റെ സങ്കട കാമ കേളി വൃത്തികേടിനും ഞാൻ ഓക്കെയാണ് എന്ന് നിന്റെ അമ്മച്ചിയെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? എന്റെ അമ്മ എന്താടി പറഞ്ഞേ? നീ വന്ന് അന്വേഷിച്ചത് കക്കൂസിലെ തീട്ടമാണെന്ന് ചോദിച്ചില്ലേ? അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ, സർവേറായ റിട്ടയർ ആയ നല്ല ആന്തസുളത്തെ കുടുംബത്തിൽ പറഞ്ഞ ആന്തസുള ശ്രീയാടി സുൽഭത്ത് ബിവി, അവരുടെ മകളാടി ഞാൻ. അല്ലാതെ അങ്ങും ഇങ്ങും ബോട്ടിൽ വ്യഭിചരിച്ച് നടന്ന നിന്റെ തള്ളയെ പോലെയല്ല എന്റെ ഉമ്മച്ചി, മനസ്സിലായ? അതേപോലെ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ നല്ല കാക്കാക്ക് പറഞ്ഞോളാം ഞാൻ. നിന്നെ പോലെ തേർഡ് റേറ്റ് 12 വയസ്സുള്ള കൊച്ചിന്റെ മുല കയറി പിടിക്കുന്ന തന്തക്ക് ജനിച്ചതല്ല ഞാൻ, മനസ്സിലായടി? കൂടുതൽ ഊക്ക വർത്താനം കൊണ്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ വയ്യാത്തോണ്ടാണ് ഞാൻ വന്ന് ഇത്രയും പറഞ്ഞിട്ട് പോകുന്നു. പോടി പട്ടി, നീ പോയി ഉണ്ടാക്കാൻ പോക്ക്. ഇത് എന്റെ വീടാണ്, അതും എന്റെ വീടാണ്. ഇത് ഞാൻ വാടക വീടാണ്, അത് എന്റെ സ്വന്തം വീടാണ്. ഞാൻ ലോകത്തെവിടെ പോയാലും എന്റെ അഡ്രസ് ഷെഫീന ബീവി, ഷെഫീന മൻസൽ, പറകുന്ന പീവോ, നാവായിക്കുളം, കൊടുവേലിക്കോടൻ ജമാഅത്ത്. എന്റെ മയ്യം അടക്കപ്പെടുന്ന ജമാഅത്ത് കൊടുവേലിക്കോടൻ ജമാഅത്ത്, മനസ്സിലായി? കൊടക ചാമിത, ഞാൻ സഹായിക്കാം. ഒരു 2 ലക്ഷം രൂപ ഇങ്ങതാ ഒലിവിയ. കൊടക ഒലിവിയ, ഞാൻ സഹായിക്കാം. 2 ലക്ഷം രൂപ ഇങ്ങോട്ട് താ. എന്റെ മക്കൾക്ക് തീട്ടം തിന്നാൻ 1,30,000 രൂപ കൊടുത്തതിന്റെ രേഖ എടുക്കണം. ഇവക്ക് പൈസ ബാങ്ക് ത്രൂ അയച്ചതിന്റെ രേഖ എനിക്ക് നാളെ കിട്ടണം. 5 വർഷം മുമ്പ് 2019 രേഖ എനിക്ക് കിട്ടണം. ഞാൻ അത് കൊണ്ടുവന്ന് കാണിക്കും. എന്റെ പൈസ നീ സെറ്റിൽ ചെയ്യണം, എന്റെ പണം നീ സെറ്റിൽ ചെയ്യണം. 1,30,000 രൂപ നിനക്ക് തന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു കൊണ്ടുവന്ന് തരും. നീ എന്റെ പണം സെറ്റിൽ ചെയ്യണം. എടി നീ കൊരക്കല്ലേടി. നീ എന്താ വിചാരിച്ച 5 കൊല്ലം മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല? 10 കൊല്ലം മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കപ്പാസിറ്റി എനിക്കുണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വരാം. നീ ആ പണം വെച്ചിട്ട് സംസാരിക്കടി. രേഖ ഇല്ലെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ വിട്ടത്. നീയും എന്റെ മകനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് SI ചോദിച്ചത് കേട്ട് നെഞ്ചു പടഞ്ഞ ഞാൻ പിന്തിരിഞ്ഞേ. എന്റെ മകൻ, കാല് സുഖമില്ലാത്ത ഞാൻ എങ്ങനെ പൈസ എടുത്തു കൊടുക്കും? കാല് സുഖമില്ലാത്ത ഞാൻ എങ്ങനെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കും? പോലീസ് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, സാറേ എന്റെ മകനാ എടുത്തു കൊടുത്തേ. അപ്പോ നിങ്ങളുടെ മകൻ എന്തിനാ അവക്ക് എടുത്തു കൊടുക്കണേ? ഞാൻ പറഞ്ഞു, അത് അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി. അല്ല മാഡം, ഇത് കേസാകും. കേസാകുമ്പോ നിങ്ങളുടെ മകനെ ഇമ്മോറൽ വർക്കിന് ആ പെണ്ണുമ്പുള പിടിക്കും. അവളെ മോളെ കയറി അവളെ മോളുടെ മുലയെ പിടിച്ചു നമ്മൾ അവള് കേസ് കൊടുക്കും. അന്നിരുന്ന SI പറഞ്ഞതാണ്. അതിന് സാക്ഷികളുണ്ട്. ഈ നാറി ഞാൻ ആ പണം വേണ്ടാന്ന് വെച്ചു. ആ പണം വേണ്ടാന്ന് വെച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്റെ പണം വാങ്ങി നക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ ജാമ്യതയ്ക്ക് ഞാൻ ആ റെക്കോർഡ് കൊണ്ടുവന്ന് വെക്കാമെങ്കിൽ നിനക്കും എനിക്ക് റെക്കോർഡ് കൊണ്ട് വെക്കാം. അതേ ദിവസമൊന്നും വേണ്ടടി, പോയി ചാവടി. ആ അഡ്രസ് എടുത്ത് വെച്ച് വായിച്ചിട്ട് അഡ്രസ്സിന്റെ മേളിലുള്ള പരാതി നീ കണ്ടില്ലേ? അവളാ എവിടെ കൊടുത്ത പരാതിയാടി? കളക്ടർക്ക് കൊടുത്ത പരാതിയാ നീ വായിച്ചത്. നീ അതിന്റെ മേളിലുള്ള പരാതി വായിര്. മിനിസ്റ്റർക്ക് കൊടുത്ത പരാതിയാ. ഷെഫീനാക്ക് പണം വേണ്ടടി, അന്തസ്സായിട്ട് തനിച്ച് നേടാൻ അറിയാം. അതിനകത്തുണ്ട്, പോയി വായിച്ചു നോക്ക്. അന്നേക്കുന്നവള് നായി. പ്ലീസ് ലൈക്ക് ഓൾ. ഓ എല്ലാവരും ശരി. ഇവിടെ വന്ന് എന്നെ വീട്ടിൽ കയറി തല്ലൂന്ന്. അവക്ക് അത്ര ആരുടെ വാടി നീ നീ ശരക്കാൻ വന്നി. 5 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. കുറെ ദിവസം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ ഏതെങ്കിലും വീട് മാറി. അപ്പൊ ഞാൻ ആകെ 3 വീട് മാറി.
അതിനുടനെ അത് ഞാൻ മാറ്റി. പിന്നീട് നീ പറഞ്ഞ ഉടനെ ആളുകളങ്ങ് മാറ്റാൻ നടക്കില്ല. നീ കൊറേ ലവളവ അടിച്ചല്ല, നീ ഒന്ന് മാറ്റി നോക്കന്നെ. ലവ ലെവ 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 മൂന്നാമത് വീടുന്നേ ഉള്ളൂ. ബാക്കി ഒരെണ്ണം കൺസ്ട്രക്ഷൻ, ഒരെണ്ണം മാളി കയറാൻ. അവള് വിചാരിച്ചു ഞാൻ അവിടെ പോയിരുന്ന് എഴുതത്തില്ല, എന്നെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് കലി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. ഞാൻ അവിടെ പോയി ടൈപ്പ് ചെയ്യുന്ന അവള് പറഞ്ഞു നിന്റെ ഐഡിയ ആണെങ്കിൽ ഞാൻ നാളെ എടി എന്റെ ഐഡിയ അല്ലടി, നീ നേരിട്ട് വന്ന എന്റെ പണം വാങ്ങി നക്കി തിന്നതും പോരാതെ നീ എന്റെ പിറകെ നടക്കുന്ന. ഇവിടെ വന്ന് എന്നെ ഇട്ട് വെല്ലുവിളിച്ച സർവത്ര റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. നീ എന്തെന്ന് ചോദിച്ചു ഞാൻ ഇതൊക്കെ വെച്ചില്ലെന്നാ? നീ എന്നെ വിളിച്ച തെറിക്ക് കണക്കൊണ്ടാ. ഗ്രൂപ്പിൽ കയറി തെളിവിടിച്ചിട്ടുണ്ട് നീ. മിണ്ടാതെ 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 ഒന്നും മിണ്ടാതെ വിട്ട് 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 പോട്ടെ 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 എന്ന് എത്രയും നാളുകൊണ്ട് നമ്മൾ സമൂറാക്കി വിടുന്നെന്നറിയാമോ? എന്റെ അടുത്ത് പലപ്പോഴും ഈ പോലീസുകാർക്ക് ഇതിനകത്ത് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്, പ്രത്യേകിച്ച് ഏറ്റുമാനൂർ പോലീസുകാർക്ക്. മനസ്സിലാക്കിക്കോ. ഞാൻ അവിടെ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ അവര് പറയും അതൊരു ചെയറാണ് മാഡം, നിങ്ങൾ എന്തിനാണ് ഈ വയ്യാത്ത കാലം വെച്ച് അതിനോട് അടി കൂടാൻ നിൽക്കുക, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ എന്ന് അവര് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ മൗനമാവുന്നത്. അവര് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ മൗനമാവുന്നത്. ലാസ്റ്റ് മിനിറ്റിലും അവർക്കെതിരെ ഞാൻ പരാതി കൊടുക്കുമ്പോൾ എനിക്കുണ്ടായ മനോവിഷമം എന്താണെന്ന് അറിയാമോ? എത്രത്തോളം ദേഷ്യം വന്നിട്ട് ഞാൻ കൊണ്ടുപോയി പരാതി. ഇതിന് നീ അതുമായിട്ട് മുൻപോട്ട് പോയിട്ടില്ല. കാരണം പോലീസുകാരന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല അവിടെ എങ്ങും വെച്ചിട്ട്. ഈ സ്ത്രീ ഒരു സോഷ്യൽ ഈവിൾ ആണെന്നും ഇവളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്നും എല്ലാരും പരാതി. ഇവള് മോളെയും കൊണ്ട് ഇവിടെ വന്നു ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തുനിന്ന്. ഈ നാട്ടുകാരടിച്ചോടിച്ച് അമ്മയും മോളെയും കൂടെ ആ പെണ്ണിനെ കൊണ്ട് 18 വയസ്സായ പെണ്ണിന്റെ കയ്യിൽ മൊബൈലും കൊടുത്ത് ട്രസ്പാസിന് കയറ്റി വിടുകയാണ് ഇവള്. മനസ്സിലായോ? എന്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തിയിട്ടില്ല, എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെ നാട്ടുകാരെ ഉണ്ടാക്കാൻ വളർത്തിയിട്ടില്ല. അത്രയും വൃത്തിയായിട്ട് എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുക, അത്രയും വൃത്തിയായിട്ട് വളർത്തിയിരിക്കുകയാണ്. അവള് കുറെ കാലം കൊണ്ടേ പറയുന്നു ഇറക്കി വിടാണ്. ഞാനിപ്പോ അങ്ങ് മൂക്കി കയറ്റി. നിനക്കേത് നാട് ഇപ്പം നിനക്ക് മനസ്സിലായാടി? നിനക്ക് വീടും ഇല്ല, നിനക്കൊരു അഡ്രസ്സും ഇല്ല, നിനക്ക് തന്തയില്ലെന്ന് നിന്റെ നാക്കുകൊണ്ട് ഞാൻ പറയിച്ചില്ലേ? അത്രയേ ഉള്ളൂ. 4-5 കമ്പനി കോട്ടയത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനെയും നിങ്ങൾ പൈസ കൊടുക്കാതെ ഇറങ്ങി അടിച്ചു മാറ്റിയിട്ടാണ് ആ പെൺകുടെ ജീവിക്കുന്നത്. ഇവിടെ വന്നാല് നിങ്ങൾ പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ടവർക്ക് ഞാനൊരു 100 കട കാണിച്ചു തരാം. എന്റെ അറിവിൽ തന്നെ 4 കമ്പനി അവള് കയറി ഇരുന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. 4 കമ്പനി. അറിയോ? ഞാൻ എത്ര വീട് 3 മാസത്തിൽ ഒരിക്കൽ വീട് മാറും. 3 മാസത്തിൽ ഒരിക്കൽ. എന്തിന് മാറുന്നു? പേടിയാണ്. സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. 69 കേസുണ്ട് ഈ സ്ത്രീയുടെ പേർക്ക്. ഇത്രയധികം കേസുള്ള ഒരുത്തി ഇരുന്നു കൊണ്ടാണ് എന്റെ അടുത്ത് തെറിത്താത്ത ആടി നീ എന്നെ തെറിത്താത്തന്നല്ലേ വിളിക്കുന്നത്? ഞാൻ തെറിയെ വിളിക്കുന്ന ആണ്. അതിനിപ്പോ എന്ത്? പക്ഷെ നിന്നെ പോലെ വിരലിടുന്ന കേസ് പറഞ്ഞു കൊടുക്കൂലല്ല. കൊച്ചു പിള്ളേര് കൂടെ ഇരിക്കുന്നുള്ള ബോധമില്ല, തെറി പറയുന്നില്ലടി. അത്രയും വൃത്തിയോട് ഞാൻ പറയുന്നില്ല. നിനക്ക് അതാണ് മാനസിക രോഗമാണ്, കാമപീരാന്ത്. മനസ്സിലായില്ലേ? കാമപീരാന്ത്. അത്രേ ഉള്ളൂ. നീ ഇതുപോലെയൊക്കെ എഴുതിക്കൊണ്ടിട്ട് ഇതിനൊന്നും മറുപടി കിട്ടത്തില്ലടാ. ഇതിനൊന്നും മറുപടി കിട്ടത്തില്ല. അവളുടെ പൂള നക്കുന്നവരല്ലേ, അത് അവിടെ പോയി അങ്ങ് നക്കിയാൽ മതി. ഷെഫീൻ അതിനൊന്നും മറുപടി പറയത്തില്ല. അതൊക്കെ നിന്റെ നല്ല ആഗ്രഹങ്ങളാണ്, അതൊക്കെ നല്ലതാണ്. നേരിട്ട് വന്നാൽ തരാം. കളി മാത്രമല്ല പലതും തരാം. നേരിട്ട് വരണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അറിവിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ അനുഭവത്തില് ഞാൻ എത്ര പെൺപിള്ളേരുടെ അടുത്ത് ധൈര്യമായിട്ട് വരൂ എന്ന് പറഞ്ഞ് ഞാൻ തോറ്റിട്ടുണ്ട്. പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് വരൂ, നമുക്കിത് ഫേസ് ചെയ്യാം, ഞാനുണ്ട്, ഞാൻ കൂടെ നിൽക്കാം, 10 പൈസ നിങ്ങൾക്ക് ചെലവാകത്തില്ല. അത്രത്തോളം ഗ്യാരണ്ടി പറഞ്ഞിട്ടും ഇവറ്റകൾ മാറി നിൽക്കുന്ന ഇവള് പ്രചരിപ്പിക്കുന്ന വൃത്തികേട് കൊണ്ടാണ്. ഇവള് ഈ വൃത്തികേടെ പ്രചരിപ്പിക്കുള്ളൂ. ഇന്ന് ഞാൻ എന്റെ ഗ്രൂപ്പിലാണ് ഇരുന്നത്. ഞാൻ എന്റെ ഗ്രൂപ്പിലിട്ട സാധനമാണ്. അതായത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഗ്രൂപ്പിലിട്ട ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട് എന്റെ വീട് അഡ്രസ് വായിച്ചിട്ട് ആ പോലീസുകാരനെ ഇരുന്ന് പറയാണ്, എടാ പോലീസുകാരാ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നു, എന്നിട്ട് നീ പറയണം എന്റെ അടുത്ത് അവളുടെ സ്ഥിരതാമസം അവിടെയാണോ അല്ലയോ എന്ന്. ഏതാണ്ട് ഇവളാണ് ഭരിക്കുന്നത്. ഇവള് തന്നെ സുപ്രീം കോടതി ഉണ്ടാക്കി. ഇവള് തന്നെ ലീവ് ദിവസം 29-ാം തീയതി ലീവാണ്. ഹൈക്കോടതി ഇല്ലാത്ത ദിവസം നീ എന്തിനടി കാപ്പാട് പോയി കിടക്കണം? നീ ഇങ്ങോട്ട് വാടി. ഇവള് വിളിക്കുന്നിടത്തോട്ട് ഞാൻ ഓടി വരെയാണ്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഇവള് പറഞ്ഞു നീ നാട്ടി ഇറങ്ങത്തില്ല, നിന്നെ നാട്ടി ഇറക്കൂല. ഞാൻ നാട്ടി ഇറങ്ങിയപ്പോ ഇവള് പറഞ്ഞു ഞാൻ ദുബായി പോകത്തില്ലെന്ന്. ഓരോ സമയം ഓരോ ഡയലോഗാണ്. ഞാൻ ഇപ്പൊ ദുബായിലോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അവള് പറയും ഞാൻ അവിടെ ബ്ലോക്ക് നീക്കിയെന്ന്. 65 ദിവസം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞു. NIA വരുമെന്ന് പറയുന്നു, ചാരപ്രവർത്തി എന്ന് പറയുന്നു. എന്തെല്ലാം വൃത്തികേടുകളാണ് പറയണത്. നമ്മളിത് കേട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ തനിച്ചാണെന്ന് കാണുമ്പോൾ ഈ വൃത്തികേടുകൾക്ക് വാല്യൂ ഉണ്ടാവും. തനിച്ചല്ല എന്ന് കാണിക്കാൻ നിങ്ങൾ പെൺകുട്ടികൾ ശക്തരായി കൂടെ നിൽക്കാമോ? നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ട്, നീതി ഞാൻ വാങ്ങിച്ചു തരാം. 50 രൂപയാണെങ്കിൽ 50 രൂപ നമ്മളത് നേടിയെടുക്കണം. നേരെ സ്റ്റേഷനിൽ പോയി കുത്തിയിരിക്കണം. നിങ്ങൾ വരിക തന്നെ വേണം. കാരണം എവിടെ പോയാലും ഇതിനകത്ത് ഏത് സാധനത്തിലേക്കും
പോയാൽ നീതി നിഷേധവുമായിട്ട് ഈ പന്നത്തിയാണ് വരുന്നത്. എന്ത് അനാവശ്യമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ തെറി വിളിച്ചേക്ക് എടുത്തു വെച്ച് പ്ലേ ചെയ്യുക. മാന്യ വ്യക്തി, കുലസ്ത്രീ കേൾപ്പിക്കുകയാണ്. നോക്കൂ, അവരെ വിളിച്ച് തെറി കേക്കൂ. ആ കേക്കൂ ഷാനു വിരൽ എങ്ങനെ ഇടണം ഷാനു, വിരലിനകത്ത് വെള്ളം നിറഞ്ഞു ഷാനു. 3 പെമ്മക്കളെ തള്ളയാണ് എടുത്ത് പറഞ്ഞത്. 3 പെമ്മക്കളെ തള്ള എങ്ങനെ വിരൽ ഇടണോന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളത് കണ്ടതല്ലേ. എമ്മാതിരി എല്ലാം വൃത്തികേടുകളാണ്. ഞാൻ എവിടെയുണ്ടെങ്കിലും ഒരു വിമലാ വിനൂനെയും കൊണ്ടങ്ങ് വരികയാണ്. അടൂർ കോടതി ലക്ഷ്യമാണത്. കോടതിയിൽ വന്ന വിധി ഞങ്ങൾ എടുത്തു വെച്ച് വായിച്ചു. അന്ന് ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, നോ കോടതി ഞങ്ങളുടേതാ, ഞങ്ങൾക്ക് വേണ്ടിയാ പറഞ്ഞു. കോടതി വ്യക്തമായി പറഞ്ഞു, ഷെഫീന ജേർണലിസ്റ്റ് ആണ്, അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന്. ഞാൻ 28 പെൺകുട്ടികളുടെ അവരുടെ അവകാശത്തിന് വേണ്ടി നിന്നോളാം. 28 പെൺകുട്ടികളുടെ ശമ്പളത്തിന് വേണ്ടി നിന്നോളാം. അത് ഉടനെ ഞാൻ ഇവിടെ എനിക്ക് മാനനഷ്ട കേസൊന്നുമില്ല അതിനകത്ത്. എന്റെ ഒപ്പം എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. എന്താ അവരെയൊക്കെ തൂക്കിക്കൊന്ന. എന്നിട്ട് ഷെഫീനയെ മാത്രം ഹൈലൈറ്റ് ചെയ്യണേ. ഷെഫീനയെ എങ്ങനെ ഒതുക്കാം. പിന്നെ അവള് ഹൈക്കോടതി കൊണ്ടുപോയി. എനിക്കിത് കാണിക്കാൻ ഒക്കത്തില്ല. ആരെങ്കിലും വാട്സപ്പ് കൂട്ടായ്മയിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഇവൾ എന്റെ 1,30,000 രൂപ വാങ്ങിച്ചതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്റെ കയ്യിൽ നിന്ന് തെളിവുണ്ട്. ഉള്ള തെളിവാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ 2022 നവംബർ മാസത്തില് ഞാൻ കൊടുത്ത പൈസയുടെ ബില്ലാണ് ഞാൻ ഇന്ന് കാണിച്ചത്. നിങ്ങൾ കണ്ടില്ലേ? ഇല്ലാതെയാണോ ഞാൻ പറയുന്നത്? ഞാൻ 10,000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ജാമ്യതയ്ക്ക്. ഇവർ രണ്ടുപേരോട് ഇരുന്ന് മത്സരിച്ചല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞ മത്സരിച്ച്? ഇവർ രണ്ടുപേരോട് ഇരുന്ന് പറഞ്ഞ എന്താ? എന്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനമില്ല, എനിക്ക് പൈസ തിരിച്ച് തന്നിട്ടില്ല. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. ഞാൻ കൊണ്ടുവന്ന് ഇട്ടപ്പോഴോ അണ്ണാക്കി പിരിവെട്ടിയാ ഉടനെ നിങ്ങൾ അവിടെയാണോ താമസം? ആടി, എനിക്ക് അഡ്രസ് ഉണ്ടടി, ഞാൻ അഡ്രസ് പറഞ്ഞിട്ട് നിൽക്കുന്നവളാടി. അതാണ് അന്തസ്. കുടുംബത്തിൽ പറക്കണം, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കണം, കാമത്തിനല്ലടി സ്നേഹത്തിന് പറക്കണം. അങ്ങനെ പറന്നോളാ ഞാൻ. മനസ്സിലായ? നീ കുറെ നാളുകൊണ്ട് എന്നെ അങ്ങ് ഉണ്ടാക്കും എന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന നീ കുറെ പെണ്ണുങ്ങളെയും കൂട്ടിയല്ല എല്ലാവളുമാരും തിരിഞ്ഞിരുന്ന് നിന്നെ പച്ചത്തറി വിളിക്കുന്ന എന്തുകൊണ്ടാടി? നീ ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാ. കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ സ്ക്രൂ ചെയ്ത് അവരെ കൊണ്ടുപോയി കൂടെ വെച്ചിട്ടിരുന്ന് അപരാധം പറച്ചില്ലേ. കൂടെ നിന്ന് അപരാധം പറഞ്ഞോളുമാരും ചെവിന്ന് ഉള്ളിക്കോ. ചെവീനെ മറുപടി തരും. ഇപ്പോഴല്ലേ സമയമുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദ്യമത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആ ഉദ്യമം ഒന്ന് സക്സീഡ് ചെയ്യട്ടെ. തിരിച്ച് ഞാൻ വരുന്നുണ്ട്. അപ്പ ഞാൻ തരാം. നീ ഇവിടെ വാടി. പിന്നെ ഞാൻ ഇവിടെ വന്നാ നീ മൂക്കി കയറ്റി ഞാൻ അങ്ങ് പേടിച്ച്. നീ ആരടി ഗുണ്ടി? നീ ആരടി? ഇത്രയും കേസിൽ ഇതുള്ള നീ ആരടി? ഞാൻ കേസ് കൊടുക്കാത്ത എന്തിനടി നിനക്കെതിരെ കേസ്? അതെ, സ്കൂളിൽ പോയി പറയണം. ഞാനിതിപ്പോ 4 വർഷമായിട്ട് ഞാനിത് സഹിക്കുന്നത്. നീ സ്കൂളിൽ പറയണം, ഈ പിള്ളേരുടെ തള്ളയാണ് ഈ പ്രശ്നം അത്ര ഉണ്ടാക്കണമെന്ന്. അത് ശരിയാവത്തില്ല. എനിക്ക് എന്റെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? ഇതിനോണ്ട് പറയല്ലേ, എനിക്ക് പെർമനന്റ് അഡ്രസ് അപ്പുറത്താണ്. അവൾ എങ്ങനെ പിന്നെ ഇവിടെ താമസിക്കും? എടി, എവിടെ വേണമല്ലോ എനിക്ക് താമസിക്കാം. എന്റെ പെർമനന്റ് അഡ്രസ് അതാ. എനിക്ക് എന്ത് രജിസ്റ്റേർഡ് വരണമെങ്കിൽ അത് അവിടെ വരണം, ഇവിടെ അല്ല. നീ ഇവിടെ അയച്ചിട്ട് പ്രയോജനം ഞാൻ കൈപ്പറ്റിയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. നിനക്ക് എത്ര എണ്ണം വരുന്നത്? എവള് കൊടുക്കുന്ന ഒരു അഡ്രസ് ഉണ്ടല്ലോ, ഒരു വാടക വീടിന്റെ അഡ്രസ്സാണ്. ആ വാടക വീട്ടിലാണ് പാല് കാച്ചിയത്. അയാൾ ഇറക്കി വിട്ട് ഇപ്പോഴും ആ അഡ്രസ് തന്നെയാണ് അവള് കൊടുക്കുന്നത്. അവളുടെ അഡ്രസ് ചോദിച്ചാൽ അവളുടെ അഡ്രസ് അതാണ്, വാടക വീട്. എനിക്ക് വാടക വീടല്ല, എനിക്ക് സ്വന്തം വീടുണ്ട്. എന്റെ ഓൺ ഹൗസ് ഉണ്ട്. എന്റെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറയണത്. ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണ, ധൈര്യമായിട്ട് നിങ്ങൾ പോയി അന്വേഷിക്കൂ. 28 മൈൽ എന്റെ ഉമ്മച്ചി അവിടെയുണ്ട്, എന്റെ സഹോദരങ്ങൾ അവിടെയുണ്ട്. അവിടെ പോയി അന്വേഷിക്കും നിങ്ങൾ ഞാൻ ആരാണെന്ന്. എവളെ പറയുന്ന കണക്ക് എന്തെങ്കിലും ഒന്ന് എന്നെ പറയണമെന്ന് കേക്ക്. 65 ദിവസം പോയിട്ട് 6 ദിവസം ജയിലിൽ കിടന്ന ഒരു റിപ്പോർട്ട് കൊണ്ടുവയ്ക്കേ. പൈസ 1,30,000. അതിന്റെ സോഴ്സ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്റെ വസ്തു പണയം വെച്ച് ഞാൻ എടുത്ത പണം എന്റെ ബാങ്കിൽ കിടന്നതാണ്. ആ പൈസയാണ് അവക്ക് കൊടുത്തത്. അത് വാങ്ങി നക്കിയിട്ട്, അത് വാങ്ങി തിന്നിട്ട് കണക്കും കാര്യവും ഇരുന്നോണ്ട് പറയുന്നു. ഒരു പെങ്കൊച്ച് അവക്കെതിരായിട്ട് അവൾ എന്റെ അടുത്ത് അടികൂടിയതാണ്. സനു എന്റെ അടുത്ത് അടികൂടിയതാണ് ഇവളുടെ വിഷയവും പറഞ്ഞിട്ട്. ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ, പണ്ടെങ്ങാണ്ട ചെയ്തു പോയ തെറ്റല്ലേ ചേച്ചി, അത് പറയല്ലേ എന്ന് അവളെ കൊണ്ട് ഇവളെ തെറി വിളിപ്പിച്ചിട്ടുണ്ട്. അവള് എന്നുവെച്ചാൽ അവക്ക് മനസ്സിലായി ഇവള് പിഴയാണെന്ന്, പിഴച്ച ജന്തുവാണെന്ന്. എമ്മാതിരി എല്ലാം ആ കൊച്ചിനെ പറഞ്ഞെന്നറിയാമോ? എന്തെല്ലാം വൃത്തികേടുകൾ. വിരലിടുന്ന കഥ. ഒരു സ്ത്രീയാണോ ഇവള്? 2-3 പെമ്മക്കളുടെ തള്ളയാണോ ഇത്? വിരലിടുന്ന കഥ ചരിത്രം പറയുന്നിരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഇതിനകത്തോട്ട് വാട്സപ്പിനകത്തോട്ട് നോക്കി എന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമെന്ന് വിചാരിച്ച്. എന്നും നീ ഇതിനകത്തിരുന്ന് അങ്ങോട്ട് കൊണ പറയും. ഞാൻ നിന്നെ അങ്ങ് മിണ്ടാതെ കേട്ട് ചാവാ സമയമായില്ലടി പുഴുത്തോളെ. എന്തെല്ലാം അസുഖങ്ങളുണ്ട്.
എന്തെല്ലാം മുടിഞ്ഞ അസുഖങ്ങളുണ്ടടി പുഴുത്തോളെ. ചാവാ സമയമായില്ലടി. നക്കി തിന്നാൻ നല്ലുപ്പില്ലാതെ വാടക വീട് തോറും തെണ്ടി നടക്കണം. നിനക്ക് എന്ത് യോഗ്യതണ്ടടി ഷെഫീനയുടെ അടുത്ത് മെല്ല് കെട്ടായി? എന്തൊരു നുണച്ചിയാണടി നീ, ഭൂലോക വിടക്ക്. ഞാനിതൊന്നും പറയണില്ല. അവളിപ്പോ ഒരു വീട്ടിൽ പോയി നിന്നുണ്ട് ഒരു വീഡിയോ എടുത്തിട്ട്. ഞാനും അതേ പറഞ്ഞോളൂ, അത് നിന്റെ ഗഫൂറിന്റെ വീടാണ്. ആ വീട്ടിൽ ഗഫൂറിന്റെ ഭാര്യ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞേ? അത് തന്നെയല്ലേ അവളും പറയണത്. വ്യത്യാസം എന്തോന്ന്? നിന്റെ ഗഫൂർ, നീ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഗഫൂറിന്റെ ഭാര്യയുടെ വീട്ടിൽ നീ പോയി നിന്ന് കാണിക്കുന്ന പട്ടി ഷോ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കോമൺ സെൻസ് ആണ്. അവരവരാണ് അവരവരുടെ. ഇവളും അത് തന്നെയാണ്. ഇവള് ഒരു വെപ്പാട്ടിയാണ്. ഇവളുടെ ഭർത്താവിനെ ഭർത്താവെന്ന് പറഞ്ഞു കൊണ്ട് കിടക്കുന്ന നാറി ഇവള് കല്യാണം കഴിച്ചില്ലെന്ന് ചോദിച്ചു നോക്ക്. അപ്പ അറിയാം. സ്വന്തമായി ഒരു അഡ്രസ് ഇല്ലാത്തവളാണ് ചേച്ചിയുടെ അഡ്രസ്. അതല്ലേ ചേച്ചിക്ക് നാവായിക്കുളത്ത് ഒരു അഡ്രസ് ഉണ്ടോ? അത്രേ ഉള്ളൂ. എനിക്ക് നാവായിക്കുളത്ത് മാത്രം തിരുനെൽവേലിയിലും അഡ്രസ് ഉണ്ട്. എനിക്ക് തമിഴ്നാട്ടിലും പറമ്പുണ്ട്, വീടുണ്ട്. എവളെ പോലെ പിച്ചക്കാരിയല്ല ഞാൻ. അതും ഈ തമിഴ്നാട്ടിലുള്ളത് ഇവള് എന്റെ ഉമ്മച്ചിയോ അല്ലെ വേറെ ആരെങ്കിലും തന്നെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയിട്ടിരിക്കുന്ന വസ്തുവകകളാ. അല്ലെ എവളെ പോലെ കണ്ടവരെ ഉണ്ടാക്കിയതല്ല അതൊന്നും. ഗപ്പൂർ കാ ദോസ്ത് അല്ല സനു. നീ അത്ര പിള്ളേരുണ്ടോ അവരെ എക്സിക്യൂട്ടീവ് ചെയ്. ഞാൻ മുൻപിൽ നിൽക്കാന്നാ പറഞ്ഞേ. ധൈര്യമായിട്ട് വരാൻ പറ. ഫ്രീ ഓഫ് കോസ്റ്റ് ഞാനത് ചെയ്തു കൊടുക്കും. ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇവിടെ വന്നാൽ നേരിട്ട് പോയി കളക്ടറെ കാണാം. നേരിട്ട് പോയി കളക്ടറെ കാണുക. വേറെ വഴിയില്ല. നമ്മക്ക് ഉത്തരവാദിത്തം കളക്ടർ പറയും. അതോടെ തീരും ഇവിടുത്തെ കുത്തിക്കിഴപ്പ്. ഒരിക്കൽ കൂടെ വന്നാൽ കാപ്പയാണ് ഇവക്ക്. ഒരു കേസും കൂടെ ഇവക്ക് വന്ന അവൾക്ക് കാപ്പയാണ്. 5 പിള്ളേരുടെ പഠിത്തം, 5 കുട്ടികളെന്ന കൺസിഡറേഷൻ ആണ് എന്നെ പിന്നോട്ട് വലിച്ചത്. അതിനി ഉണ്ടാവുന്ന നീ പ്രതീക്ഷിക്കുക പോലും വേണ്ട. നീ കുറെ നാളായി. എന്തിനാ റൌഫേ, മോശമാണ് കേട്ടാ, മോശമാണ്. ബോട്ട് ചെട്ടികൾ നിനക്ക് എടുത്തി ഉറക്കി മെല്ല് നല്ല കളികൾ കളിച്ചു മുറിയണ്ടി. നീ ചെടി വിളിച്ചോ? നീ എന്നെ ചെടി വിളിച്ചോ? ഞാൻ നിന്നെ മൂക്കി കേട്ടോടി. ഷനു നിന്റെ അവസാനമാണ്. ഓ പിന്നെ അവള് അവളെ കുഴി കൊണ്ട് വെച്ച് അവളങ്ങ് അവസാനിപ്പിച്ചു. രാവിലെ നേരം വിളക്കുമ്പോൾ ഞാൻ നിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരിക്കും. എന്തിന് ഷേവ് ചെയ്യാനാ? ഞാൻ തനിയെ ഷേവ് ചെയ്തോളാം. എന്നെ ഇപ്പൊ ഷേവ് ചെയ്യാനായിട്ട് നീ വരണ്ട. ഇങ്ങനെയും വർഗീയത തുപ്പുന്ന ജാമിതയെ സപ്പോർട്ട് ചെയ്യണം ആളുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന മുസ്ലിങ്ങളെയാണ്. ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തുണി വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ജാമിതയാണ്. അവളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ ഇപ്പോ സംഘികൾ പോലും ജാമിതയെ സപ്പോർട്ട് ചെയ്തില്ല. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫിജോയാണെങ്കിൽ നിങ്ങൾ ആരെയാണ് വളർത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാര്യത്തൊന്നും പറയാനില്ല. ഹായ് മറീന, റാഫി അഹമ്മദ് പൈസകൾ കൊണ്ടങ്ങ് കൊടുക്കും. അയ്യോ എന്തൊരു സ്നേഹാന്നറിയാമോ? എന്തൊരു സ്നേഹം. പുറകെ നടന്ന് സ്ക്രൂ 44 എന്നാണ് എൻ്റെ ഒരു അറിവ്. കാമിതയുടെ ഏജ്. ഞാനിവിടെ ഉണ്ട്. അതാണ്. നിന്നെ കൊന്നില്ലേ? നിന്നെ കൊല്ലാനും കണ്ട വരുന്നല്ലേ പറഞ്ഞത്. നീ ചാകുന്നില്ലേ? നിന്നെ ഇപ്പൊ അവള് തല്ലി കൊല്ലുന്നല്ലേ പറഞ്ഞത്. കളിയിക്കല്ലെന്ന് അവൾക്ക് പേടിയാ. പാണ്ടിച്ചി മറ്റത് മറിച്ചത്. ആർക്കെന്ത്? നമ്മക്കൊക്കെ അഡ്രസ് ഉണ്ടോ? ഇവളെ പോലെ അഡ്രസ് ഇല്ലാത്തവരാ. ഇവളെ എന്റെ അഡ്രസ് എടുത്ത് വെച്ച് വായിക്കാണ്. എന്റെ അടുത്ത് ആ പോലീസുകാരൻ പറയണം അയാൾ എങ്ങനെ ഇവൾ അവിടുത്തെ സ്ഥിര താമസക്കാരിയാണെന്ന് പറയും. അടി ഞാൻ അവിടുത്തെ സ്ഥിര താമസക്കാരിയാടി. ഇത് വാടക വീടാടി പോട്ടത്തി. അത്ര വിവരം ഇല്ല എനക്ക്. ഇത് വാടക വീടാടി. എനിക്ക് എപ്പോ വേണാലും ഇറങ്ങി പോകാൻ പറ്റുന്നൊരു വീട്. ഇതെന്റെ സ്വന്തം വീടല്ലടി, വാടക വീട്ടിലാടി. അതെന്റെ അഡ്രസ്സാ. എന്റെ കുടുംബമാ അവിടെ ഉള്ളത്. നാണം കെട്ടത്. കേസാണെങ്കിൽ മുന്നോട്ട് പോയിക്കോളൂ. എല്ലാവരും കൂടെ ഉണ്ടാവും. കമ്മിറ്റിക്ക് കുടുങ്ങും. ലാസ്റ്റ് ഇല്ല ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവര് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി റിട്ട് ഫയൽ ചെയ്തു. ഹിയറിങ്ങിന് ഞാനും കൂടെ അറിയണം. എനിക്കെതിരെ കേസ് കൊടുത്താൽ ഞാൻ അറിയണ്ടേ? എക്സ്പാർട്ടി വിധി പറയാൻ ഞാൻ തോന്നുന്നു ക്രിമിനലാ. എന്റെ അടുത്തും കൂടെ ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഞാനാണ് പ്രശ്നക്കാരി എന്ന് പറയുന്നല്ലേ. വെയിറ്റ്, ഞാനിപ്പോ ഒരു സാധനം എടുത്തോണ്ട് വരാം. ഇത് കാണുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ കാണുവിൻ. ഇത് എന്താണെന്ന് കാണുന്നില്ലേ? കാണിൻ. ഇവരെനിക്കെതിരെയാണ് വിധി സമ്പാദിച്ചതെങ്കിൽ വോയിസ് അങ്ങ് പോട്ടെ. ഓർഡർ കിട്ടി.
സാജി സംസാരിക്കണം അതിന്റെ ഇടയ്ക്ക്, അത് വേണ്ട. അവന്റെ ടൈം ലൈനിൽ നിന്ന് എനിക്കെതിരെയുള്ള സർവത്ര സാധനം അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സർവത്ര സാധനം അവൻ ഡിലീറ്റ് ചെയ്ത്. അപ്പൊ ആർക്കെതിരെ കേസ് കൊടുത്ത്, എവിടെ പ്രവൃത്തി നടന്ന്? എനിക്കെതിരെ കേസ് കൊടുത്താൽ ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടാ? ഇല്ലാലോ. അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരുടെ കേസ് പോലീസ് കാര്യമായിട്ട് എടുത്ത്? ആർക്കെതിരെ നടപടി ഉണ്ടായി? എവിടെ? AI കേരളം എന്ന് പറയുന്ന അവന്റെ ചാനലിൽ എനിക്കെതിരെ ഇട്ട പോസ്റ്റുകൾ എവിടെ? പോസ്റ്റുകൾ ആര് മുക്കി? ഷെഫീന മുക്കിയോ? അവര് മുക്കിയോ? ആര് മുക്കി? ഇവരല്ലേ ഇരുന്നുണ്ട് ഞാൻ 10,000 വാങ്ങിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞത്. 10,000 തിരിച്ചിട്ട് ഇത് വന്നല്ലോ. മറുപടി വന്നോ? വന്നില്ലാലോ. കാശ് ഞാൻ കൊടുത്തെന്ന് ഞാൻ തെളിവ് സഹിതം കൊണ്ടുവന്ന് വെച്ചില്ലേ? എവിടെ? നോണ പറഞ്ഞാൽ ജയിക്കാൻ പറ്റത്തില്ല. 5 വർഷമായിട്ടൊരു 100 വിഷയങ്ങളിൽ ഇവള് വന്ന് തലവയ്ക്കും, അടി വാങ്ങിച്ചോണ്ട് പോകും. സജിത ഷാജി എനിക്ക് ശത്രുവല്ലായിരുന്നു. ആ പെങ്കൊച്ചിനെ കൊണ്ട് പറയിക്കാവുന്ന ചാനലുകളിലൊക്കെ പോയിരുന്നു എന്നെ പറ്റി അപരാധം പറഞ്ഞ് മൊത്തം യൂട്യൂബേഴ്സ് എടുത്ത് ഊക്കി അറുമാച്ചങ്ങ് ഇട്ടുകൊടുത്തു. ആ പെങ്കൊച്ചിന് ആ ഗതികേട് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അതിന് അങ്ങനെ ആരെ കൂടെ പിടിക്കുന്നോ അവർക്കൊക്കെ അത്യാപത്തും പ്രശ്നവും മാത്രം കാഴ്ചവെക്കുന്ന ഒരു വൃത്തികെട്ട സന്തതിയാണ് ഇത്. ഇതിനെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ അപ്പൊ തന്നെ വിചാരിച്ചു നിങ്ങൾ ആ നിമിഷം തൊട്ട് തോറ്റു. ഫിജോയാണോ നിങ്ങൾക്കൊപ്പം? ആ നിമിഷം തൊട്ട് ഷെഫീന ജയിച്ചു. ഒന്നും ചെയ്യാതെ ഷെഫീന ജയിച്ചിരിക്കും. അതാണ് സത്യം. എന്റെ വീഡിയോകളൊന്നും മുങ്ങൂല ഷാജി, അത് തെറ്റിദ്ധാരണയാണ്. എന്ത് കാരണം കൊണ്ടും എന്റെ വീഡിയോസ് ഒരെണ്ണവും മുങ്ങൂല. അത് ഞാൻ കളയില്ല, ഒരു കാരണവശാലും കളയത്തില്ല. അത് അവിടെ കിടക്കും. കവിത മുക്കിയ അപ്പൊ പിന്നെ മനസ്സിലായല്ല. അതാണ് അവിടെ ഇരുന്നോണ്ട് വായിക്കുന്നത്. പരാതി പോയതേ ചീഫ് മിനിസ്റ്റർക്കാ, സെൻട്രലിലേക്കാ, വനിതാ കമ്മീഷനിലേക്കാ പോയിരിക്കുന്നേ. ഷെഫീനാക്ക് അറിയണം എവിടെ പരാതി എന്തിനു കൊടുക്കണം. ഇവളിട്ട വീഡിയോകൾ എവിടെ? ഫിജോ ഇട്ട വീഡിയോകൾ എവിടെ? 7-8 മാസം ഇരുന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ മിണ്ടാതിരുന്നു, നോക്കാതിരുന്നു, പറഞ്ഞോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് എവിടെ? മുക്കിയത് എന്തിനി? നിനക്കെതിരെ ഞാനിട്ടത് എവിടെ? അത് ചാനലിലുണ്ടോ? ഞാൻ മുക്കിയില്ലല്ലോ. ആരടി അപ്പ കുറ്റക്കാരി? ആർക്ക് മനസ്സിലായടി ആരാണ് പ്രശ്നക്കാരി? അപ്പൊ ആർക്ക് മനസ്സിലായി? കാമിത ടോക്സിക് ആൻഡ് ഇസ്ലാമോഫോബിക്കായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. ഇപ്പോഴാണ് ശരിക്കപ്പെട്ടത്. കുറേശ്ശെ പേർക്കെങ്കിലും അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ വിജയം. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റാർട്ടഡ്. ഇപ്പൊ ഇനിയിപ്പോ അവള് വിചാരിക്കുന്നത് ഞാൻ കാപ്പാടെന്ന്. ഞാൻ അവിടെ കോട്ടയത്തിരിക്കുകയാണ്. അവള് പറയുന്നത് ഞാൻ കാപ്പാടുണ്ട്, നീ ഇങ്ങോട്ട് വാടിയെന്ന്. ഇടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് റോട്ടിൽ നിൽക്കരുത്, കയറി വരണം. വീട്ടിൽ കയറി വന്ന് അടിച്ചിട്ട് പോണം. അതാണ് വീട്ടിക്ക്. നീ വീട്ടിലോട്ട് കയറി വാ. അവള് വരികയാണ് അങ്ങോട്ട്. അവളങ്ങ് വലിയ വർത്തനം. ശനിവേ വിരലിടണ്ടേ, ശനിവേ ഇത് കൂടെ അങ്ങ് എളിയുമ്പോഴേ അങ്ങോട്ട് കാണുള്ളൂ മല. നാട്ടുകാർ കാണണ്ടേ? അത് കണ്ടല്ലേ അങ്ങോട്ട് പൈസ അയച്ച് കിട്ടുള്ളൂ. മല കാണിച്ച് പൈസ ഉണ്ടാക്കാൻ നീ എന്തിനടി ലൈവ് വരുന്നത്? എന്ത് സാമൂഹ്യ വിഷയം നീ ചർച്ച ചെയ്യാൻ വരുന്നത്? ഇനി തനുജയെ പിടിച്ചിട്ടുണ്ട്, ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. ആ പെങ്കൊച്ചിനൊരു വീട് കിട്ടുന്നേ ഒരു കുഴപ്പമില്ല, അതിന് വീട് കിട്ടട്ടെ. പക്ഷെ അവക്ക് കിട്ടൂല. ആ പണം നീ മുക്കും, നീ നക്കും. അതെനിക്കറിയാം. സപ്പോർട്ട് കണ്ടുകൊണ്ടിടാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഞാൻ നാട്ടിലല്ല. സാരല്ല നസീമ. ഷെഫീനയുടെ ഞാനുണ്ട്, ധൈര്യമായി പോരാട്ടം തുടങ്ങി. എന്റെ വീട് ചാവക്കാട്. ഷെഫീനയ്ക്ക് ചാവക്കാട് തീട്ട ശത്രുവുണ്ട്. അവൻ തീട്ടമാണ്. തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ടേ. മറ്റന്നാ വരും ചാവക്കാട്. ജാമിത ലൈവിലുണ്ട്. വിഷയം സഫീനയാണ്. ആ പൈസയുടെ കാര്യം ഒന്ന് ആരെങ്കിലും ഒന്ന് പോയി ചോദിച്ചേ. 10,000 രൂപയുടെ ബില്ല് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് പൈസ കിട്ടിയില്ലെന്ന്. അവര് ബില്ല് കാണിച്ചല്ലോ. ഒന്ന് ആരെങ്കിലും ഒന്ന് പോയി ചോദിച്ചിട്ട് ഒരു മറുപടി കൊണ്ട് തന്നെ. പൈസ ഞാൻ കൊടുത്തില്ലെന്ന് ഇവളെ വെപ്പാട്ടന് ഇരുന്നോണ്ട് നുണയല്ലേ പറഞ്ഞത്. 10 രൂപ കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചല്ല. അതൊന്ന് ചോദിച്ചാണ്. നീ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഹാങ് ഔട്ടിന്റെ മുന്നിൽ വാ, ഫിജോയും വരാമെന്ന്. ഹാങ് ഔട്ട് അതൊന്ന് ചോദിച്ചിട്ട് വാ കേട്ടാ. ഹലോ, എവിടെയായിരുന്നു? കുറച്ച് ദിവസം കണ്ടില്ല. എന്റെ പൊന്നു സഹോ, ഇതിന്റെ ഇടയ്ക്ക് വന്ന് ചാടല്ലേ. ഞാൻ കിബില തെറ്റി നിൽക്കുകയാണ്. ഞാൻ വല്ലതും പറഞ്ഞു കളയും കേട്ടോ. ഇവിടെ പാടി. ഞാൻ ഇവിടെ നീ വീട്ടിൽ കയറി തല്ലുന്നല്ലേ പറഞ്ഞത്? ഞാൻ വീടല്ലേ പറയണത്. നീ വീട്ടിൽ കയറി തല്ലടി. എടി എനിക്ക് കാല് സുഖമില്ലാത്ത കാല് ചൊണ്ടിയല്ലേ. നീ വീട്ടിൽ കയറി തല്ലടി. അത്തോടെ ഞാൻ നിനക്കൊരു കാപ്പയം കടിച്ചു തരാം. വാടി. ഇട്ടേക്കാം. അവൾ പൈസ കൊടുക്കാറുള്ളൂ. പിന്നെ എന്റെ നിന്ന് വാങ്ങിച്ചത് പിന്നെ ആകാശത്തോട്ട് പോയാ. മക്കൾക്ക് പിസയും കണ്ടതും കട്ടിയതും
എന്റെ ബില്ലുണ്ടോ? 13,800 രൂപയാണ് സൂപ്പർ മാർക്കറ്റിൽ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച ബില്ല്. 50 മുട്ട കണ്ടത് അത്രയും എന്നെ കൊണ്ട് വാങ്ങിച്ച് നക്കി തിന്നെ നല്ലുപ്പില്ലായിരുന്നു. ആ വീട്ടിൽ ജോലിക്ക് ഇരുന്ന പെണ്ണുമ്പിള്ളയുടെ പേർക്ക് 3 മാസത്തെ ശമ്പളം എന്നെ കൊണ്ട് കൊടുപ്പിച്ച് 15,000 രൂപ വെച്ച്. എന്നിട്ട് ചോദിക്കുന്നു, ബാലൻസ് എത്രയുണ്ട് മോനെ ബാങ്കിലെന്ന്. ഈ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചതാണ്. ഇവനെയും കൊണ്ട് കാറിൽ കയറി ഞാളി ഇതുപോലെ മാലെന്ന് അങ്ങോട്ട് ഇരുന്നിട്ട്, അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ, അവിടെ പോയി പൈസ ഇട, പ്ലംബിങ്ങിന് 35,000, അതിന് 25,000, അതിന് 18,000. ഇതായിരുന്നു കളി. പൈസ മുഴുക്ക വാങ്ങി നക്കിയിട്ട് എന്തൂലടി നിനക്ക്? 1,30,000 രൂപ വാങ്ങി നക്കിയവളെ എത്ര കാലം കൊണ്ട് പറയുന്നു. നാണം ഉണ്ടാടി. വാങ്ങിക്കിഞ്ഞ കൊച്ചേനെ. പിന്നെ അതുകൊണ്ടാണ് നാട്ടുകാർ മുഴുക്ക വന്ന് പറയണത് പൈസ താടിന്ന്. അവള് വാങ്ങിയിട്ടില്ല, കൊച്ചിട്ടില്ലേ ഉള്ളൂ, അവള് വാങ്ങിയിട്ടില്ല. എത്ര പേരായി? സനുവിന്റെ ലൈവിൽ പോയി ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് എന്റെ പോസ്റ്റ് നോക്കുക, എത്ര പെൺകുട്ടികളാ പരാതി എഴുതിയിട്ടിരിക്കുന്നത്. പൈസ വാങ്ങിക്കാത്ത ഒരു പുഞ്ഞാളത്തി തുണി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കോണാനെടുത്ത് കാണിക്കുക. ഈ പെണ്ണുങ്ങൾക്ക് പ്രാന്ത് അല്ലാതെ എന്തോന്നാണ്. ഇത് കാണുമ്പം മേത്തച്ചിയൊക്കെയാണ് ഇളവുന്നത്. ഉടനെ മേത്തച്ചികള് ഇന്നാ പിടിച്ചോ ഒരു 10 എണ്ണം ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്യാണ്, പൈസ അങ്ങ് റെഡി ക്യാഷ് അങ്ങ് അയച്ചു കൊടുക്കും. പിന്നെ വിളിക്കും, എടുക്കൂല. പിന്നെ കേൾക്കുന്നത് മോളും അമ്മയും കൂടെ മാറിയും തിരിയും തെറി വിളിക്കും. അമ്മ കുറെ തെറി വിളിക്കും, പിന്നെ മോള് കുറെ തെറി വിളിക്കും, പിന്നെ മോള് കുറെ തെറി വിളിക്കും. മങ്കൂസ്, മൂൺ ഗോഡസ്, കറക്റ്റ് മൂൺ ഗോഡസ്. അവരുടെ ഫോട്ടോയാണ് എടുത്തിടുന്നത്. എടുത്തിട്ടിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഇതിന്റെ കച്ചവടം നടത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ പറ്റത്തില്ല. എനിക്ക് എഴുത്തുകുത്തുകളും ബാക്കി എല്ലാം കൂടെ എന്റെ മറ്റതിന് നല്ലൊരു സ്ഥിര വരുമാനം ഉള്ളതാണ്. നമ്മൾ ഈ പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥിര വരുമാനമുള്ള സംഗതിയാണ്. അപ്പൊ അത് നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ട് ഞാനങ്ങ് നിർത്തി വെച്ചതാണ്. ഒരു പരാതി നിങ്ങൾ കൊണ്ട് തന്നാണ് ഞാൻ പൈസ കൊടുക്കാത്ത, ഞാൻ തുണി കൊടുക്കാത്ത? ഒരു പരാതി കൊണ്ട് കാണിച്ചു തന്നാണ്. ഞാൻ നടത്തിയല്ലോ 3 മാസം. ഒരു പരാതി നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ്. വളരെ നിസ്സാര തുകയ്ക്കാണ് ഞാൻ വിറ്റത്. വളരെ നിസ്സാര തുകയ്ക്ക് എനിക്ക് കിട്ടിയതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഞാനത് വിറ്റത്. അതൊന്ന് ക്ലച്ച് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഹായ് ഷെഫീന, ഹായ്. ചുണയുണ്ടെങ്കിൽ വീട്ടിൽ വരാൻ പറയൂ, മൈതാനത്ത് നിന്ന് പ്രസവം. അല്ല അമ്മ, അവള് കുറെ നാള് കൊണ്ടേ ഉണ്ടാക്കുന്ന എന്തിരച്ചി മോള് എവിടെ വരൂന്നാണ് അമ്മ വിചാരിക്കുന്നത്. അവള് കുറെ നാള് കൊണ്ടേ മൈതാനത്ത് കിടന്നുകൊണ്ട് കൊണ പറയുന്നുണ്ട്. വീട്ടിന്റെ ഫോട്ടോയോ വീട്ടിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ഇട്ടിട്ട് പിന്നെ മുക്കരുത്. ഇനി നീ മുക്കിയ നീ അട്ടി വാങ്ങിക്കും. ഇത്ര കാലവും നീ ഇത് ചെയ്തിട്ട് ഞാൻ അന്ന് ചെന്ന് ഞാൻ കമ്മീഷണർ അടുത്ത് പറഞ്ഞപ്പോഴും കമ്മീഷണറിന്റെ അടുത്ത് പറഞ്ഞ ഷെഫീന പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, വിട്ടേരെ. ഇവരാണ് കുഴപ്പം. പിടിച്ച് 2 പൊട്ടിക്കാത്തതിന്റെ കുഴപ്പം. ഇവ അവിടെ ഇരുന്നുകൊണ്ട് കന്നാലി പച്ച തെറി വിളിക്കുന്ന പെണ്ണുങ്ങളാ. അത് ആ സനുവിനെയൊക്കെ വിളിക്കുന്ന തെറി. ഇവൻ ആര് പെണ്ണുങ്ങളെ തെറി വിളിക്കാൻ? ഏത് പെണ്ണുങ്ങളെയും അവൻ കയറി അങ്ങ് തെറി വിളിക്കുന്നു, പച്ച തെറി. എന്നിട്ട് അങ്ങ് വീഡിയോ മുക്കും. അവന് തോന്നിയ കണക്കങ്ങ് തെറി വിളി. അത് ആരെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തോളൂ, മുക്കും. മുസ്തഫ അതുകൊണ്ടൊന്നുമില്ല. എക്സാക്ട്ലി ശാന്തമാരിയുടെ വീട്ടിൽ വരട്ടെ, അത്ര തന്നെ. ഞങ്ങളിവിടെ എനിക്കല്ല, ഇനി പോരട്ടെ. അവള് കുറെ നാള് കൊണ്ട് വീട്ടിൽ കയറി തല്ലിയാണ്. നാളുകൊണ്ട് അവള് കുറെ നാളുകൊണ്ട് എന്നെ അങ്ങ് ചീവയാണ്, അങ്ങ് വീശയാണ്. മറ്റോളെന്താ പറഞ്ഞേ? വാടി അടി വാടി അടി വാടി വാടി. പാപ്പാട് മസ്ജിദിൽ ചെന്നപ്പോ തന്നെ ഉടനെ അയ്യോ സാറേ എന്നെ കൊല്ലാൻ വന്ന സാറേ, രക്ഷിക്കണേ സാറേ, എന്നെ കൊല്ലാൻ വന്നേ സാറേ, എന്റെ സാറേ എന്നെ രക്ഷിക്കണേ. എന്തിനടി നീയല്ലേ പറഞ്ഞ വാന്ന് പറഞ്ഞ വരുമ്പോ പിന്നെ വെൽക്കം ചെയ്യണം. വല്ല പത്തിരി ഇറച്ചിയൊക്കെ വെച്ചിട്ട് വിളിക്കണം. അല്ലാതെ സാറേ എന്നെ കൊല്ലാൻ വന്ന സാറേ എന്നല്ല പറയേണ്ടത്. എന്ത് പറഞ്ഞാലും ജാമിയും ആരിഫും ഒടുക്കത്തെ ലുക്കാണ്. കണ്ടാൽ 28 വയസ്സ്. അവർക്ക് 28 വയസ്സേ ഉള്ളൂ. ചെറിയ പിള്ളേരാ, ചെറിയ മക്കളാ. ഹായ് ഷെഫീന, ഉഗ്രം മറുപടി കൊടുത്തത് നന്നായി. ഷാമില പറയുന്നുണ്ട് മൈൻഡ് ആക്കണ്ടെന്ന്. കുരയ്ക്കുന്ന വൃത്തി കടിക്കില്ലെന്ന്. അപ്പൊ ഇന്നലെ വരെ രണ്ടും കൂടി ഇരുന്ന് പറഞ്ഞത് ഞാൻ പൈസ വാങ്ങിയെന്നല്ലേ, ഞാൻ തിരിച്ചു കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞത്. ഇത് മാനഹാനി പെടത്തില്ലേ? കാശ് ഞാൻ തിരിച്ചു കൊടുത്തിട്ടും കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞത്. ഇന്നലെ മാത്രോ? കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതാ പറയുന്നേ ഞാൻ കാശ് കൊടുത്തില്ലാന്ന്. ഞാൻ തിരിച്ചൊന്നും മിണ്ടുന്നില്ല. 2022 നവംബർ 23 ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അന്ന് തൊട്ട് പറയുന്ന ഞാൻ കൊടുത്തിട്ടില്ലാന്ന്. എടുത്തോണ്ട് വരട്ടെ. എന്റെ അടുത്താ കളി. ഇപ്പൊ എടുത്തോണ്ട് വരട്ടെ. വെയർ ഈസ് ദാറ്റ്? കാണുന്നുണ്ടല്ലോ. 23/11/2022 ക്ലാമള ക്ലൂട്ടർ കാണുന്നുണ്ടല്ലോ.
കാശ് കൊടുത്തതിന്റെ ബില്ല കണ്ടോ, കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണ് കണ്ടാ. 2022 കൊടുത്തിട്ടുണ്ട് ആ പൈസ. ഇനി മറ്റതും കൂടെ ഇല്ലെന്ന് പറയരുത്. ഏത് കാശ് കൊടുത്തിട്ടില്ല എന്ന് പറയരുത്. 10,000 രൂപ കൊടുത്തതിന്റെ റിസൾട്ടും കൂടെ കൊണ്ടുവരാം. ബാങ്ക് ത്രൂ ഉള്ള കളിയേ ഉള്ളൂടെ, അല്ലാത്ത കളി നമുക്കില്ല. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ പണി കിട്ടുമായിരുന്നു. ഇതുണ്ടല്ലേ എമൗണ്ട് കണ്ടേനു, കണ്ടല്ലേ 10 കണ്ടല്ല, ആർക്കെന്ന് കണ്ടല്ല, ടീച്ചർ ഇന്ത്യൻ ബാങ്ക് കണ്ടല്ല, കാശ് കൊടുത്തിട്ടുണ്ടല്ലോ. പിച്ചക്കാരി ചേച്ചി കേസിന് പോയത് അറിഞ്ഞ് ഡയർപ്പർ വെപ്പാട്ടനും കാമിതയും പേടിച്ച് വീഡിയോസ് മുക്കി. ഇതിൽ കൂടുതൽ എന്ത് വേണം പ്രൂഫ് ചെയ്യാൻ ഷെഫീന ചേച്ചിയുടെ ഞാൻ എന്റേതൊന്നും കളഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊരു കോടതി ഉത്തരവും വന്നിട്ടില്ല. എനിക്ക് കോടതി ഉത്തരവ് വന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ സുപ്രീം കോടതി വരെ പോകും. ഞാൻ പറഞ്ഞ അന്താരാഷ്ട്ര കോടതി വരെ പോയാലും ഈ എവിഡൻസ് ഇവിടെ കിടക്കും. ഇതിൽ ആരും തെറി വിളിച്ച കേസല്ല. ഇത് ഒരു സമൂഹത്തിനെ അപമാനിച്ച കേസാണ്. ഒരു കമ്മ്യൂണിറ്റിയെ ഒരു കാര്യവുമില്ലാതെ നിരന്തരം ഇരുന്ന് അവഹേളനം പറയണ ഈ സ്ത്രീയുടെ ഡിഗ്രിയാണ് ഞാൻ കൊണ്ടുവച്ചത്. അത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇവരൊരു ടീച്ചറല്ല, ഇവർക്ക് യാതൊരു രീതിയിലുള്ള പാണ്ഡിത്യവുമില്ല. പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീയല്ല അവര്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തത്. അത് വിലക്കാൻ ഒരു കോടതിയും പറയത്തില്ല. അതെന്റെ ഉത്തരവാദിത്വമാണ്. അവർക്ക് എത്രത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടോ അത്രത്തോളം എനിക്കുണ്ട്. അവിടെ എവിടെയും വാടി ഞാൻ വലിച്ചു കീറുടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞതിന്റെ മറുപടിയാ പറഞ്ഞിട്ടുള്ളത്. എന്നെ പറഞ്ഞാൽ തിരിച്ചു പറയാം. ഷാഗയിലെ ഫ്ലൂട്ട് ഖാമിത എന്തരടാ, അവര് ചെയ്യുന്ന വീഡിയോസ് തെളിവുകളുണ്ട്. പത്തിരി എന്നാ തിന്നല്ല തെളിവുകളാ. ഇവള് മുക്കിയെന്ന് പറഞ്ഞ എന്റെ ഇല്ലെന്നാ. എന്റെ പൊന്നോ, സർവത്ര സാധനവും ഭദ്രമാണ് എന്റെ കയ്യില്. ഇതെല്ലാം ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്റെ മൊബൈൽ എടുത്തോണ്ട് പോയപ്പോ ഞാനൊന്ന് പകച്ച്. എന്ത് ചെയ്യും, മൊബൈലിനകത്താണല്ലോ സർവത്രമെന്ന്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം, ഞാൻ ഡെയിലി ഇവരും ഒക്കെ ആയിട്ടിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് വെച്ചിരുന്നു. എല്ലാവരോട് ചേർന്നത് എനിക്ക് തിരിച്ചയച്ചു തന്ന് എല്ലാ സാധനവും എന്റെ കയ്യിൽ ഭദ്രം. അതിലെനിക്ക് ഏറ്റവും സമാധാനം ഷാജിയും അമ്മയുമാണ്. അവർ രണ്ടുപേരും അത് കൃത്യമായിട്ട് അത് സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് എന്റെ കയ്യിൽ സർവത്ര ഇരിപ്പുണ്ട്. എനിക്കെതിരെ പറഞ്ഞ സർവത്ര സാധനവും ഇരിപ്പുണ്ട് എന്റെ കയ്യില്. ഇത് നോക്ക്, 7 മാസം മുമ്പുള്ള സാധനങ്ങൾ വരെ, 7 മാസം മുമ്പുള്ളത് വരെ ഇരിപ്പുണ്ട്. ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇത്രത്തോളം അവഹേളനം പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുമ്പോ ഇത് കണ്ട, അവൾ ഇട്ടിരിക്കുന്നതാണ് തെറി താത്ത കണ്ട, പെൺവാണി ഫക്കാരി ഷെഫീന, സ്ത്രീ സംരക്ഷക. ഇതേത് മാസം നോക്ക്, കണ്ട. ഞാൻ ഏത് വിഷയം എടുത്താലും അതിന്റെ പിറകെ വരും. സർവത്രവും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്ര വീഡിയോ നോക്ക്. എന്റെ വീട്ടിൽ പോലീസ് വന്ന ഒലീവിക്കുന്നു ഉണ്ടാ, ഷെഫീന എന്ന് പറഞ്ഞ് എത്ര വീഡിയോ ഉണ്ടെന്നറിയാമോ? 1 2 അല്ല, സർവത്രവും ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാ, പെൺവാണി ഫത്താത്ത. ഞാൻ കേസ് കൊടുത്ത അവള് തടപടലം പൂട്ടി പൊളക്കും. എന്തുകൊണ്ടെന്നറിയാം? നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റില്ല. അതാണ് നിയമം. മിണ്ടാൻ ഒക്കില്ല. അതുകൊണ്ടാണ് മിണ്ടാതെ ഞാൻ തിരിച്ചു പറയുള്ളൂ. കാരണം 69 കേസ് കൊടുത്തിട്ടും അടക്കമില്ലാതെ, ഈ മക്കൾക്ക് ഇത് ബാധിക്കും എന്നുള്ള ബോധമില്ലാതെ എത്രത്തോളം വൃത്തികെട്ടാ. ജാമ്യം ഇപ്പോൾ കാശ് തിരിച്ചു തന്നു, ലൈവ് സമ്മതിച്ചു. എന്റെ പൊന്ന്. അപ്പൊ ഇന്നലെയും മെനങ്ങാന്നൊക്കെ പറഞ്ഞത് തന്തയില്ല, അഴുകിയോ? ഫിജോയുടെ ഈ പറ്റിപ്പ് ബിസിനസ് നിർത്താൻ പാവങ്ങൾ പറ്റിക്കപ്പെടാതെ എങ്കിലും ഇരുന്നേനെ. അവരെ സ്ഥിരം ഡയലോഗാണ്, വാടി ഇങ്ങ് വാടി എന്നൊക്കെ. കോട്ടയത്ത് വാവ എന്ന നാണം ഇല്ലാത്ത സാധനം. കുമ്മടിയാണ്. ഞാൻ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ റിലാക്സ് ആവാൻ കാണുന്ന എന്തൊക്കെയോ എന്തരോ അങ്ങ് തള്ളി വിടും പറയുന്നത്. അല്ലെ, എന്റെ എല്ലാ റെക്കോർഡുണ്ട്. എന്നെ അത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട് ഈ സ്ത്രീ. 8 മാസം സ്ഥിരം ഇരുന്ന് പറഞ്ഞു. ഞാനും മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഞാൻ പറയണ്ട. അവസാനം മകൻ കൊണ്ടുകൊടുത്ത കേസിലാണ് എല്ലാം മുക്കിയത്. ആര് മുക്കി? ഞാനാ. അവരാണ് മുക്കുന്നത്. എനിക്ക് മുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ കിടക്കും. ആർക്ക്? ഒലീവിയൊക്കെ എഴുതിയുള്ളൂ, അവിടെ കിടപ്പുണ്ട്. ഞാൻ മുക്കിയിട്ടില്ല. സ്ട്രൈക്ക് അടിക്കുമെന്നുള്ളത് കൊണ്ട് ഈ യൂട്യൂബിൽ നിന്ന് മാറ്റി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് എന്റേത് തന്നെയല്ലേ, ഷെഫീന ബീബി വ്ളോഗ് എന്ന് പറയുന്നത് എന്റെ ഫേസ്ബുക്ക് അല്ലേ. അതിനകത്ത് കിടപ്പുണ്ട്. സർവത്ര ആ സിറ്റീസ് അവരെ കള്ളത്തരം ഫുൾ അതിനകത്ത് കിടപ്പുണ്ട്. ഒരെണ്ണം ഞാൻ മുക്കൂല. ആ പരിപാടി എനിക്കില്ല. എന്തിനീ മുക്കാൻ പറയുന്ന സാധനങ്ങളൊന്നും ഞാൻ ഇടാറുമില്ല.
അഥവാ സ്ട്രൈക്കോ മറ്റോ വന്നിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അല്ലാതെ ഞാൻ മൂക്കിൽ എന്തിനേ, ഞാൻ ആ കുറ്റം ഏൽക്കാൻ തയ്യാറാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനാവശ്യമായി എന്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രൈവറ്റിൽ സംസാരിക്കുന്ന സാധനം അതിനകത്ത് ആളെ വെച്ച് എടുത്തു കൊണ്ടുവന്ന് പബ്ലിക്കിൽ വെച്ച് ഈ അപരാധം കാണിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന പോലീസുകാർക്കെതിരെ പോലും ഞാൻ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ വിധി വാങ്ങിയിട്ടുണ്ട്. അതിനകത്തുണ്ട് എന്നെ എവളുടെ കേസും പറഞ്ഞ് ഇനി ശല്യം ചെയ്യില്ല എന്ന്. അതിന് മേളിൽ പോലീസ് എന്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ പോലീസിനെ എനിക്ക് കാണണം. പഴയതുപോലെ ഞാൻ മൗനമായിരിക്കില്ല, ഞാൻ ലൈവ് ഇടാം, അപ്പം നിങ്ങൾ പ്രതികരിച്ചാൽ മതി. ഇത് മൗനമായി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര കാലം സഹിക്കും? കാല് സ്വാധീനമില്ലാത്ത 2 ആൺമക്കളെയും കൊണ്ട് സ്വസ്ഥമായി ഒരു ദോഷത്തിനും പോവാതെ ജീവിക്കുന്നവളാണ് ഞാൻ. ഈ അയലത്തുള്ളവർക്ക് പോലും നമ്മളെ അടുത്ത് അധിക സംസാരമോ ഒന്നും ഒരു ശല്യത്തിനോ പോകത്തില്ല. അങ്ങനെയുള്ള നമ്മളെ നിരന്തരം കിടന്ന് വെല്ലുവിളി. ഇതാണ് അവളുടെ വീട്, എന്റെ കക്കൂസ് കൊണ്ടുപോയി കാണിക്കുന്നത്. വല്ലവരുടെയും പറമ്പിൽ കയറി ട്രസ്പാസ് നടത്താൻ ഇവക്ക് ആരധികാരം കൊടുത്ത്? എന്റെ ഉമ്മച്ചി അവിടെ ഇല്ല, വീട് പൂട്ടി കിടക്കണം. ഷെഫീന സ്ഥിര താമസക്കാരി പറകുന്നാണോ? അപ്പോൾ അവൾ ഇവിടെ എന്താ? നീ എന്താ കുമ്പിടിയാണോ? വിവരം വേണ്ടേ? വിവരവും ബോധവും വേണ്ടേ? ഇത് വാടക വീടാണ്, അതെന്റെ സ്വന്തം നാടാണ്. എന്റെ സ്വന്തം നാട്ടിൽ അഡ്രസ്സാ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് അതിന്റെ പിറകുവശത്ത് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ താമസം എവിടെയാണ്, സ്ഥിര താമസം അതാണ്. അത്ര പോലും വാദമില്ലാത്തവളാണ് വിമലാ ബിനുവിനെ കൊണ്ട് നടക്കണത്. എന്തേരറിയാടി നിനക്ക്? വിമലാ ബിനുവിന് 2 ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവരണം. ഷെഫീന തനിച്ച് നിന്ന് വാദിക്കും. അതാണ് ഷെഫീന. പൈസ നിങ്ങൾ തന്നത് ആപ്റ്റായി നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. അതിനപ്പുറം അത് കണക്ക് ഇഞ്ചോടിഞ്ച് ഞാൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമല്ലോ ആ കണക്ക് ഞാൻ അങ്ങോട്ട് തരികയും ചെയ്യും. ഒരു കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള തുക ഇത് തരുന്നുണ്ട്. അത് ധാരാളം, അത് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ അതിൽ വളരെ സാറ്റിസ്ഫൈ ആണ്. ഹായ് ഇത്ത, ഹായ്. എപ്പോഴും മുസ്ലിമിനെ പറയുകയാണ്. അവൾ ഇനിയും ഇടട്ടെ, അതുകൊണ്ട് ജനങ്ങൾ പൊട്ടന്മാരല്ല. എല്ലാവർക്കും മനസ്സിലാക്കാൻ ഇതൊക്കെയാണ് വേണ്ടത്. അവളുടെ കൂടെ ആര് കൂട്ടുപിടിച്ചോ അതാണ് കൂട്ടുപിടിച്ച അവരൊക്കെ ഇങ്ങനെ വരും ഒരു ദിവസം. ആരിഫ് കമിത നെഗറ്റീവായിട്ട് അവൾക്ക് ഉളുപ്പില്ലേ? എന്താ ഇങ്ങനെ മക്കൾക്ക് നാട്ടുകാരെ പറ്റി? അതല്ലേ ആ കുട്ടികളാണ് ചോദിക്കണത്. പോലീസിലുമുണ്ട് ചാണകങ്ങൾ, ഒരു പുല്ല് നടക്കൂല. നീ ടീച്ചറാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ എടുത്തു കളഞ്ഞു. വല്ല കാര്യമുണ്ട്? എന്തിന് അനാവശ്യങ്ങൾ ചോദിക്കാൻ പോണത്? അവളെ സമ്മതിക്കണം. മീശന്റെ ഭാര്യയുടെ വീട്ടിൽ പോയി അതാണ് ത്രികോണക്കളി. അപ്പണ്ണ പാട്ടിയ അപ്പണ്ണ പാട്ടേ പക്ഷെ ഷെഫീനയുടെ കാമതയുടെ കളി സൂപ്പർ ഷെഫി. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് ഹാഷിം. ഹായ് വോയിസ്. ഹായ് ഹാഷിം. എന്റെ പഠിച്ചോനെ, ഇത് നമുക്ക് എത്ര സ്റ്റെപ്പിനി ഉണ്ടാകുമ്പോ നമ്മളൊന്നും പറയണ്ടല്ലോ. അവര് തന്നെ ഞാൻ അവിടെ പോയി മന്ദബുദ്ധിയാണെന്നുള്ളത് തെളിവാണ്. അത് ഞങ്ങളുടെ വീടല്ല, ഞങ്ങൾക്ക് അവിടെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനിനി എന്തായാലും അവിടെ പോവില്ല. ചാവക്കാട് ഞാൻ ഇനി പോകത്തില്ല. പക്ഷെ അവിടെ ഞാൻ പോകാറുണ്ട്. അവൾ പറഞ്ഞത് കണക്ക് ഞങ്ങൾ ത്രീസം കളിക്കുകയാണ് എന്ന് അവള് തന്നെ പോയി സാധിച്ചു തന്നിടത്ത് ഞാൻ ജയിച്ചില്ലേ? പൊട്ടത്തികളാണ് സത്യമായിട്ട്. നല്ലൊരു ഇര നമുക്ക് കിട്ടിയിട്ടേ ഇല്ല, അതാണ് സത്യം. എന്നെ കേൾക്കൂ, അവൾ വിളിക്കണ തെറി കേൾക്കൂ. അവൾ വിളിക്കണ തെറി നമ്മളൊക്കെ ഇപ്പൊ ദേഷ്യം വരുമ്പോ പന്ന മോളെ, മാ മോളെ, കാ മോളെ, തേ മോളെ, പാ മോളെ 10 തെറി വിളിച്ച് തീർന്നു അല്ലേ? ഇത് എന്താ? ഇവിടെ തെറികൾ കേട്ടിട്ടുണ്ടാ? മേത്തനെ കെട്ടിയടി. അവൻ മേത്തനൊന്നുമല്ല, പലിശക്ക് കൊടുക്കുന്നു. മേത്തനാ അവൻ? മേത്തനെ അല്ല, പലിശക്ക് കൊടുക്കുന്നു. വലിയ വർത്താനം പറയുന്ന ഷെഫീനയുടെ അടുത്ത്. ഷെഫീനയുടെ കുടുംബം അതൊന്ന് പോയി അന്വേഷിക്കും. കുടുംബവും വീടും അഡ്രസ്സും പറഞ്ഞോണ്ടിരിക്കുന്ന നമ്മുടെ തലയിലോട്ട് പാനിടിച്ചൊരു കയറ്റം. എന്തെല്ലാം വൃത്തി! ഇതൊന്നും അല്ലപ്പാ, ഇതൊന്നും അല്ല. എന്റെ കയ്യിൽ ഒരു 100 റെക്കോർഡിങ്സ് ഉണ്ട്. ഒരു 100 റെക്കോർഡിങ്സ് ഉണ്ട്. ഞാൻ ഇതുമായിട്ട് മുൻപോട്ട് പോകാത്തെന്ന് പറഞ്ഞാൽ, ഒന്നാമത് കാല് സ്വാധീനമില്ല, രണ്ടാമത് ഈ സ്ത്രീക്കെതിരെ എവിടെ കൊണ്ട് ചെന്നാലും അവര് പറയും എടുത്തോണ്ട് പോടോ. 1067 കേസ് ഈ പന്ന സ്ത്രീയുടെ പുറത്തുണ്ട്. ഇത് വെറും ഡീഫേമേറ്ററി ആണ്. ഇത് കൊണ്ടുവന്ന 1000 രൂപ ഫൈൻ അടച്ച് അവൾ ഇറങ്ങിപ്പോകും. താൻ ഇതും കൊണ്ട് താൻ മെനക്കിടണം. താൻ 10-25,000 രൂപ ചെലവാക്കണം. അവൾ 1000 രൂപ ഫൈൻ അടച്ച് ഇറങ്ങിപ്പോകും. തനിക്ക് എന്തിന്റെ കേടാ? അതാണ് അവൾ കിണിക്കുന്നത്. ഇവിടുത്തെ നിയമമാണ് പ്രശ്നം, മനസ്സിലാക്കിക്കോ. അവനിക്ക് അടി വാങ്ങിച്ചു കൊടുക്കണം. ഞാനത് അന്നേ സനുവിന്റെ അടുത്ത് പറയണം, സനു പെറ്റീഷൻ തയ്യാറാക്കുക, ഓൺലൈൻ പെറ്റീഷൻ കൊടുക്കുക. നിന്നെ ഇരുന്നു കൊണ്ട് വേശിന്നും ദോശയെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ആണുങ്ങൾ അങ്ങനെ പബ്ലിക് മീഡിയ ഉപയോഗിച്ച് അങ്ങനെ വിളിച്ചാൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പൊ എന്ത് സംഭവിച്ച്? ടീസിങ്ങിന് ഒരു ദിവസം മുഴുക്ക പിടിച്ചിട്ടാ ബോച്ചേ.
പിന്നെ ഈ പെങ്കൊച്ചിനെ ഇത്രയ്ക്ക് പച്ച അവരാതിരുന്ന് പറഞ്ഞാൽ അവള് വേറെ നിവർത്തിയില്ലാതെ മൈക്കെടുത്ത് തെറി വിളിക്കാൻ തുടങ്ങി. എല്ലാരും അവള് തെറി വിളിക്കാരി എന്ന് പറയണേ. എന്തിനു വിളിച്ചെന്നും കൂടെ ചോദിച്ചേ. എത്ര നേരം കേട്ടോണ്ട് നിൽക്കുന്നോടോ? എത്ര ദിവസം നമ്മൾ കേട്ടോണ്ട് നിൽക്കും? തിരിച്ചു വിളിക്കൂലേ? ഞാൻ 2019 മുമ്പ് മൈരേ എന്ന് വിളിച്ചൊരു തെറി ഇങ്ങൊക്കെ കൊണ്ടൊന്ന് കാണിച്ചു തരാമോ? എന്റെ ചാനൽ ഞാൻ പറഞ്ഞത് ഷെഫീന, ദേവി ഷെഫീന എന്നാണ് എന്റെ ഫേസ്ബുക്ക് ID. ഞാൻ സോഷ്യൽ മീഡിയ 2012 തൊട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഇതിനകത്ത് 2019 മുമ്പ് മൈരേ എന്നൊരു തെറി വിളിച്ചത് കൊണ്ടൊന്ന് കാണിച്ചു തരാമോ എനിക്ക്? നമ്മുടെ കഴുത്തറ്റം വന്ന് ഇവിടെ അറ്റം വരും. പിന്നെ എന്തോ ചെയ്യും? റെസിസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഇട്ട് 2 പൊട്ടീരാണ് കൊടുക്കേണ്ടത് ഇവറ്റുകൾക്ക്. എങ്ങനെ വരൂലേ ബുഷ്ര? വരൂലേ? നമുക്ക് വന്നു പോകും. ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അവള് വിചാരിച്ചെന്നറിയാം, ഭർത്താവില്ല, മരണപ്പെട്ടു പോയ ഒരാള്, ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കുട്ടികളെയും കൊണ്ട് നിൽക്കുന്നു, അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉള്ളിടത്ത് അവൾ ഒറ്റയ്ക്കല്ലേ എന്നാ അമ്മക്ക് അവളെ അങ്ങ് ഉപയോഗിച്ചേക്കാം, അവളെ അങ്ങ് ശരിയാക്കിയേക്കാന്ന് തോന്നി കാണും. അമ്മ എന്തോ അമ്മ അയച്ചത്? അമ്മ വല്ലതും അയച്ചായിരുന്ന? ആയിട്ടില്ലേ? നീ അവിടെ ചെല്ല്, അതിനകത്ത് ആക്കി കെട്ടിട്ട് പുറത്ത് കൊച്ചുങ്ങൾ കാവലിരിക്കുമെന്ന്. അവക്ക് അങ്ങനെയാണ് ശീലം, അവൾ അങ്ങനെയാണ് ശീലിച്ചത്. എന്നിട്ട് അവള് ടീച്ചർ അവൻ ലിംഗക്കൂലി കൊടുത്ത് ഒരുത്തനെ കൂടെ നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അവിടെ പോയി ഹണ 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 എത്തന്നെ പാറ്റിയാ അപ്പത്തെ ഇതൊക്കെ നമ്മുടെ വീട്ടിലാണെന്ന് പറയും. ഞാനത് അഡ്രസ് പറയണം. അപ്പൊ അവക്ക് കടിച്ചുപോയി. സ്ഥിരതാമസക്കാരിയാണോ അവൾ? നാവായിക്കുളടി, നാവായിക്കുളം എന്റെ ദേശമാണടി, തിരുവനന്തപുരത്തുകാരിയടി ഞാൻ. അതിൽ ഗത്തായിട്ട് എന്ന് പറയണേ, അതേ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നവളാണ്. എനിക്ക് അഡ്രസ് ഉണ്ട്. എന്റെ വീട്ടിലെ എല്ലാവരുടെയും അഡ്രസ് അത് തന്നെയാണ്, ഷെഫീന മൻസിൽ. ഷെഫീന മനസ്സിലെന്ന് എന്റെ വീട്ടിന് തന്നെ പേരിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മ എത്രത്തോളം കൺസിഡർ ചെയ്തെന്ന് മനസ്സിലായില്ലേടി? എന്റെ ഉമ്മായും വാപ്പായും എത്രത്തോളം കൺസിഡർ ചെയ്തിട്ടാണ് 5 മക്കളിൽ ഒരുവളായ എന്റെ പേര് തന്നെ എന്റെ വീട്ടിന് വെച്ചത്. അവിടെ എന്റെ ഡി ഷെഫീന നാറി. ഫിജോയുടെ തന്ത ജോസഫ്. കാമിത ഒരു കാരണവശാലും വിടരുത്. RSS BJPക്കാർ കളിക്കുന്ന പാവക്കുട്ടിയാണ് കാമിത. RSS കാരൊക്കെ വിട്ടടേവരെ, അവരൊക്കെ എടുത്ത് ഊരെ കളഞ്ഞ്. എനിക്ക് പിന്നെ കൃഷ്ണരാജ് വക്കീലല്ലേ ഇവിടെ വക്കീലായിരുന്നത്. എന്താ അവരെടുക്കാതിരുന്ന? അവരെടുക്കൂല, അവർക്ക് മനസ്സിലായി അവള് കള്ളിയാണെന്ന്. അതുകൊണ്ടല്ലേ അവർക്ക് വിമല ബിനുവിനെ വെക്കേണ്ടി വന്നത്. സാധാരണ ഇവളുടെ കേസും തീട്ടം ബിജുവിന്റെ കേസൊക്കെ എടുക്കുന്ന കൃഷ്ണരാജ് വക്കീലല്ലേ. എന്തുകൊണ്ട് എടുത്തില്ല? അവര് വിട്ട്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. RSS കാരൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ്. ഇനി നബിയെ തെറി വിളിച്ച് എങ്ങനെയും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അതിന് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. അതിനാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങൾ ജമാഅത്ത് തോറും ഐക്യപ്പെടൂ. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ഐക്യപ്പെടൂ. ഷെഫീനെ തിരിച്ച് തെറി വിളിക്കുന്നതിലല്ല കാര്യം. ഐക്യപ്പെട്ട് ജമാഅത്ത് തോറും ധൈര്യമായിട്ട് ഇത് മുന്നേറൂ. അവളുടെ ചുറ്റുമുള്ളവരെ ഒതുക്കൂ. പറ്റില്ല എന്ന് പറ. ഇത്രയും മോശപ്പെട്ട രീതിയിൽ നബിയെ അവഹേളിക്കുന്ന ഇവക്ക് ഒരു ബന്ധവും കൊടുക്കരുത്. ഇവളുടെ മക്കൾക്ക് ഒരിടത്തും ഒരു രീതിയിലും ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യരുത്. നീക്കി നിർത്തൂ. അവര് ഹിന്ദുക്കളായി ജീവിക്കട്ടെ, അവര് RSS കാരായി ജീവിക്കട്ടെ. മുസ്ലിമായിട്ട് അവർ വേണ്ട. മുസ്ലിം പേര് വെച്ചുകൊണ്ട് അവർ വേണ്ട. അവരുടെ സഹോദരങ്ങൾ എവിടെ ഏതെങ്കിലും രീതിയിൽ ഫോൺ കോൾ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തിൽ സ്ഥലം കൊടുക്കരുത്. പാളയം ഇമാമിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അതാണ്, കൊടുക്കരുത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇരുന്നു കൊണ്ട് ഈ പാതിരാത്രി ഇരുന്നു കൊണ്ട് മുഹമ്മദ് നബിയുടെ ലീലാവിലാസങ്ങൾ വിളിച്ചു പറയുമ്പോ ഇവക്ക് എന്ത് കിട്ടുന്നു? ഇതാണോ നവോത്ഥാനം? ഇസ്ലാമിലെ മോശപ്പെട്ട കാര്യം മുഹമ്മദ് നബിയെ പറ്റി ഇത്രയും അവഹേളനപരമായ കാര്യം പറയേണ്ട കാര്യം എന്താ? അതെന്തുകൊണ്ട് പറയുന്നു? നിങ്ങൾക്ക് ചുണയില്ലാത്തത് കൊണ്ട്. ആ വീട് ചാവക്കാടത്തെ വീട്ടിൽ താമസിക്കുന്ന ആ സ്ത്രീ മുസ്ലിമാണ്, അതിന് ചുറ്റുമുള്ളൊരു മുസ്ലിമാണ്. അവരടുത്ത് പോയി കാര്യം പറയൂ. ആ ഏരിയയിൽ അവൾ ഇറങ്ങരുത്. ഇറങ്ങിയാൽ അവർ ചോദ്യം ചെയ്യണം. അവർക്ക് ചോദിക്കാൻ പറ്റണം, മുഹമ്മദ് നബിയെ നീ എന്തിനിങ്ങനെ അവഹേളിക്കണമെന്ന് ചോദിക്കണം. അത് നിങ്ങളാണ് ചോദിക്കേണ്ടത്. ഓരോ ഇല്ലന്റ് വാങ്ങിച്ചിട്ട് എഴുതിയിട്, ഓരോ മഹല്ലിൽ പോകട്ടെന്ന്. നിങ്ങൾ വരി കിട്ടുന്ന മഹല്ലല്ലേ? നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വേറെ ഒരു കമ്മ്യൂണിറ്റിയെ പോലെ അല്ലല്ലോ. നിങ്ങൾ വെള്ളിയാഴ്ച മീറ്റ് ചെയ്യുന്ന മനുഷ്യരല്ലേ? പരസ്പരം മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കൂ, എന്താണ് ഈ നടക്കുന്നത്? ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറ. നിങ്ങൾ പറ, ഷെഫീനെ അല്ല. ഞങ്ങളുടെ കൊടുവേലിക്കോണം ഏരിയയിലാണെങ്കിൽ ഇവിടെ അടി വാങ്ങിച്ചിട്ടുണ്ടാവും, തർക്കമേ വേണ്ട. ആ ഏരിയയില് അവളുടെ ബന്ധുക്കൾ ആരും അതിനകത്ത് ഒരു രീതിയിലും ഉണ്ടാവൂല. എല്ലാത്തിനും പിരുത്തുറക്കി വിടും ഞങ്ങൾ. പറ്റൂല എന്ന് പറയും. ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്ന, വൃത്തികേട് പറയണ, ഈ സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു ഇസ്ലാമും ഇസ്ലാമേ അല്ല. അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു നോക്കിയാണ് നടക്കും.
അവൾ ചാവക്കാട് വരുമോ? ഒന്ന് വന്നിട്ട് അവിടെ നിന്നുണ്ടല്ലേ എടുത്തിട്ടത്. ഞാൻ മറ്റന്നാൾ വരും. ഞാൻ മറ്റന്നാൾ ചാവക്കാട് ഉണ്ടാവും. അവിടെ വരുന്നത് ആരും കാണുന്ന അയലത്തെ സ്ത്രീക്ക് അറിയാലോ. ആ അത്തല്ലേ എനിക്ക് ഡീറ്റെയിൽ തന്നത്. നിങ്ങൾ ആ സ്ത്രീയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെക്കൂ. അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ള എല്ലാ മനുഷ്യരും അവർക്കെതിരാണ്. നിങ്ങൾ അവരുടെ നമ്പർ വാങ്ങിച്ചു വെക്കൂ. അവള് വരുമ്പോ വിളിപ്പിക്കൂ. അവളെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യൂ. പറ്റൂലെന്ന് പറ. ആ വീട്ടിലേക്ക് അവനോ അവളോ വരാൻ പാടില്ല. ആ പെണ്ണുമ്പിള്ളയെ ട്രാപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് വേറൊരുത്തരോടെ ജീവിക്കുന്നു, അവള് വന്ന് എന്റെ വീട്ടിൽ വന്ന് വീഡിയോ പിടിക്കാൻ ഞാൻ സമ്മതിക്കൂ? അപ്പൊ അവിടെ എന്താ നടക്കുന്നേ? ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? ചാവക്കാടാണ്. ബാലേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ബാലേട്ടന്റെ കടയുടെ അടുത്താണ് ഈ കെൻസ താമസിക്കുന്നത്. ആ പെൺകുട്ടി ട്രാപ്പിലാണ്. അതിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ വീട്ടില് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നാട്ടുകാരെന്തരെയും ചാവക്കാട്ടുകാരെന്തോന്ന് ചെയ്യുന്നു? ആ സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കൂ. നീതി വാങ്ങിച്ചു കൊടുക്കാന്ന്. ചാവക്കാടുള്ള മഹല്ല് കമ്മിറ്റി ഇടപെട്ട് ഈ ഗഫൂറിന്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുക. മഹല്ല് കമ്മിറ്റി ഇടപെടുക മാത്രമല്ല, ഈ വീടിന്റെ അധികാരി ഗഫൂറിന്റെ പെങ്ങളാണ്. ഗഫൂറിന്റെ പെങ്ങളെ മഹല്ല് കമ്മിറ്റിയിൽ വരുത്തണം. അവരെടുത്ത് ചോദ്യം ചോദിക്കണം. ഗഫൂറിന്റെ അറിവോട് കൂടിയാണോ ഈ സ്ത്രീ നബിയെ തെറി വിളിക്കുന്നത്? നിങ്ങൾക്ക് അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനല്ലേ? പ്രവാചകനെ ഇങ്ങനെ ഡെയിലി ഒരു 10 വീഡിയോ ഇട്ട് അവഹേളിക്കുന്ന ഈ സ്ത്രീക്കെതിരെ നീങ്ങാൻ ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത് നിർബന്ധിക്കരുത്. ഇനി എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. ഈ വിഷയം ഇനി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. എനിക്ക് കേസ് വരും. അതിന്റെ ഇത് ഞാൻ നോക്കിക്കോളാം. ഒരു കുഴപ്പമില്ല. ഞാനും കൊടുത്തിട്ടുണ്ട്. അവൾ എന്ത് കുന്തം കൊടുത്താലും അത് പൊട്ടിക്കാനുള്ള സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാൻ നേരിടാൻ. ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തല്ലണം കൊല്ലണം എന്നല്ല പറഞ്ഞു തരുന്നത്. മഹല്ലുകൾ തമ്മിൽ സംസാരിക്കൂ. പാളയം ഇമാമിന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കൂ. എല്ലാ മഹല്ലുകളും, അതെ, എല്ലാ മഹല്ലും ഒന്നിക്കണം. എല്ലാ മഹല്ലുകളും ചേർന്ന് കട്ടറായിട്ട് ഒരു തീരുമാനം എടുത്തു നോക്ക്. അതിൽ തീരും കുത്തിക്കിഴപ്പ്, അതിൽ തീരും അഹങ്കാരം. അവള് UP പോട്ടെ. അവള് UP പോയിട്ട് അവിടെ ഇരുന്ന് യോഗിക്ക് വേദം ഓതി കൊടുക്കട്ടെ. ഇവിടെ മുസ്ലിങ്ങൾക്ക് അറിയണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ ഇട്ടത് കണ്ടായിരുന്നോ? അതാരെങ്കിലും ശ്രദ്ധിച്ചോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പെൺകുട്ടി വന്ന് വിഹല്ലതയോടെ എന്റെ അടുത്ത് പറഞ്ഞത് കേട്ടായിരുന്നോ? ഞങ്ങൾക്കറിയില്ല സത്യമാണോ താത്ത ഈ പറയണത്, ഇവള് പറയണ നുണയാണോ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ടോ? ആ കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി കൊടുക്കൂ. അവൾ ബുഹാരിയും മറ്റതും മറിച്ചതും എടുത്തു കൊണ്ടുവന്ന് ഈ അപരാധം പറയണ നിർത്തിക്കണം. നിർബന്ധമായും നിർത്തിക്കണം. ഇനി അവളത് പറഞ്ഞേ അടങ്ങുള്ളെങ്കിൽ അവൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞോട്ടെ. അവൾ നമുക്കിടയിലുള്ളവരുടെ ചോറ് തിന്നരുത്. നമ്മുടെ കുടുംബങ്ങളിൽ കയറരുത്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അങ്ങനെ തിട്ടൂരം പറയാൻ പറ്റും. നമുക്ക് കൂടെ വേണ്ട നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഈ ഗഫൂറിന്റെ ആദ്യ ഭാര്യയും അവരുടെ റിലേറ്റഡായ 2 മക്കളെയും നിങ്ങൾ പള്ളിയിൽ കയറ്റുക? ഇവളുടെ ചെലവിൽ കഴിയുന്ന അവർ എപ്പോഴാണ് പള്ളിയിൽ ബോംബ് പൊട്ടിക്കാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കാര്യം കൊണ്ട് ജയിലിൽ പോയാൽ അങ്ങനെയൊന്നും പറയാതെ സഹോ, അങ്ങനെയൊന്നും പറയാതെ. ഇവിടെ ഒരു ഫാൻസ് ഉണ്ട്, ഷെഫീന. ആണോ? ഞാൻ വരുന്നുണ്ട് മറ്റൊന്നാ. കേരളത്തിൽ എല്ലാവരും ഇസ്ലാമിനെ എതിർ പറയുന്നവർക്ക് നല്ല മറുപടി. അത്രയേ ഉള്ളൂ. നിങ്ങൾ മഹല്ല് ത്രൂ നടക്കുക. അല്ലാതെ നിങ്ങൾ ചെമ്പ് പൊട്ടിച്ച് ക്രാ ബിരിയാണി തിന്നുകൊണ്ട് നടക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടികളാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുക. അപ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ചെറിയ കശപശ വരുമ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. ജസ്ലാം മാടശ്ശേരി പോലുള്ള പെൺകുട്ടികളെ പുറത്ത് കിട്ടുമ്പോൾ അവന്മാർ നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ച് ചണ്ടിയായി ഇരിക്കുമ്പോഴത്തേക്കാണ് തിരിച്ചറിവ് വരുന്നത്. തിരിച്ചു കയറാനും ഒക്കൂല, അങ്ങോട്ട് പോയി നിൽക്കാനും ഒക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരു 100 പെൺപിള്ളേര് വായ്മൂലം കഥ പറഞ്ഞ കഥ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ എക്സ് മുസ്ലിം പെൺകുട്ടികളെ ഒക്കെ തന്നെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർ ബോധക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ സ്ത്രീ നുണയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഒരമ്മ ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു, അവൻ എക്സ് മുസ്ലിമാ. എക്സ് മുസ്ലിമുകൾ കൂടുമ്പോൾ അത് ഇസ്ലാം മതത്തിനാണ് ആ പ്രശ്നം. എക്സ് മുസ്ലിമായി അവർ അവതരിച്ച് അങ്ങോട്ട് നിന്ന് അവർ ചെയ്യുന്ന എല്ലാ ക്രൈമിനും ഉത്തരവാദം പറയേണ്ടത് ഇസ്ലാമിയരാണ്. നമ്മളുടെ മതം നമ്മളെ പഠിപ്പിക്കുന്ന കളവ് പറയരുത്, തെറ്റ് ചെയ്യരുത്, വ്യഭിചരിക്കരുത് എന്നല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള തെറ്റുകൾ ചെയ്യുന്നവൻ ഇസ്ലാമാണോ? കോമൺ സെൻസ് ഉപയോഗിക്കൂ. അത് എക്സ് മുസ്ലിമാണ് ചെയ്യുന്നത്. ആ എക്സ് മുസ്ലിം ആകാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ സൈഡിൽ നിന്ന് വേണം. അത് നമ്മളുടെ സുരക്ഷിതത്വമാണ്. അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പബ്ലിക്കിൽ എക്സ് മുസ്ലിം ആണെന്ന് അവർ അംഗീകരിപ്പിക്കണം. ഇപ്പൊ ഒരു തീരുമാനം എടുത്തല്ലോ മഹല്ല് കമ്മിറ്റി, കഞ്ചാവ് ഇടപാട് നടത്തുന്നവരുമായി മഹല്ല് സഹകരിക്കണമെന്ന് ഏറ്റവും അക്സെപ്റ്റൻസ് ഉള്ള ഒരു തീരുമാനമല്ലേ? ആ തീരുമാനം ബാക്കിയുള്ള വിഷയങ്ങളിലും വരണം. അതിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്.
ഐക്യപ്പെടൂ. നിങ്ങൾ ഐക്യപ്പെട്ടിട്ട് മുൻപോട്ട് ചിന്തിക്കൂ. പള്ളികളിലെ മഹല്ല് കമ്മിറ്റിയിൽ ഉള്ള എല്ലാവർക്കും ഷെഫീന പറഞ്ഞത് കേൾക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി കാമിതയുടെ വാടപ്പിക്കുക. അത്രേ ഉള്ളൂ. ഞാൻ വേണമെങ്കിലേ ഇത് ചെയ്തിട്ട് തെറികളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് റീപോസ്റ്റ് ചെയ്തിട്ടേക്കാം. തെറി കേൾക്കണ്ടല്ലോ, ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ടേക്കാം വിഷയങ്ങൾ മാത്രമായിട്ട്, തെറി മാറ്റിയിട്ട്. കാരണം മിക്ക ആൾക്കാർ ഇത് കാണാൻ സാധ്യത കുറവാണ് തെറിയുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകും. ദയവ് ചെയ്തിട്ട് പറയണത് മനസ്സിലാക്കൂ. ഒരുപാട് ദിവസങ്ങളില്ല, എന്നും ഇരുന്ന് നമ്മളിതൊന്നും പറഞ്ഞു തരാനും ഉണ്ടാവൂല. നമുക്കൊക്കെ 100 ത്രെട്ടും എപ്പോ വേണോലും ആക്രമിക്കപ്പെടാം, ആസിഡ് ബോംബ് വേണോലും വന്ന് വീടാവുന്ന ഒരു ചാൻസ് ഉള്ള സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇനി നിങ്ങളത് ദയവ് ചെയ്ത് ചെയ്യാനുള്ള വഴി ആലോചിക്കും. ഓക്കെ, ജസ്ലൊക്കെ കാമിലയെ പോലുള്ളവരുടെ ഇടയിൽ പോയി മാനിപ്പുലേഷനിൽ പെട്ടുപോയി ആണ്. ആ കുട്ടിയൊക്കെ പോയ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടു നോക്കൂ കഥകൾ എന്താന്ന്, ആരൊക്കെയാണ് കൊണ്ടിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ല കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ദയവ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾ വഴിപിഴച്ച് പോവാതിരിക്കാൻ നല്ല തീരുമാനം എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. കീപ് ഗോയിങ് വിത്ത് യുവർ റൈറ്റ് ഇന്റൻഷൻ. വി ആർ ഓൾവേസ് വിത്ത് യു. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മലയാളികൾക്ക് ധൈര്യമില്ല. മലയാളികൾക്കേ ധൈര്യമുള്ളൂ. ആരാ പറഞ്ഞേ? മലയാളികൾക്കേ ധൈര്യമുള്ളൂ. അതാ ഞാൻ നേരത്തെ ഈ വൈക്കം സത്യാഗ്രഹവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ തീകഴ്ത്തി കാണിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെറുതായി കാണിക്കല്ലേ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നടങ്കം ഈ പ്രക്ഷോഭം വന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെതിരെ സംസാരിച്ചതും. ഇവിടെ നമ്മള് ക്ഷേത്രപ്രവേശനം വിളംബരം ഉണ്ടാക്കാനുള്ള പ്രക്ഷോഭം നടത്തിയതും കേരളത്തിൽ നിന്നാ. കേരളത്തിലുള്ളവർക്കില്ലെന്നാ. നങ്ങേലി കേരളത്തിലുള്ളവളാ, ഉണ്ണിയാർച്ച കേരളക്കാരിയാ. ആരാ പറഞ്ഞേ നമുക്ക് ചുണയില്ലാന്ന്? നിങ്ങൾ ആരടുത്താ പറയുന്നേ? ഇവിടുന്ന് വന്നതോളം മനുഷ്യര് വേറെ ഇവിടുന്ന് വന്നിട്ടില്ല. അതറിയത്തില്ലേ? സൗത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അയാള് പാടിയത് ഓർമ്മയില്ലേ? അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലയെ ഇച്ചകത്ത് ഉള്ളവരെല്ലാം എതിർത്ത് നിന്ന പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലേ. ആരപ്പുറത്തുനിന്ന് പാടി? ആരെ കൊണ്ട് പറ്റി? അവരെല്ലാം പ്ലീസ് ചെയ്തു. ഇവിടുന്ന് അങ്ങനെയല്ല. ഭയമില്ല, ഭയമില്ല, ഞാൻ ഭയപ്പെടില്ല. എന്റെ കൂടെ നിൽക്കുന്നവർ, എന്റെ കുടുംബക്കാർ എനിക്ക് എഗൻസ്റ്റ് നിന്നാലും നീതിക്ക് വേണ്ടി ഞാൻ ഭയമില്ലാതെ നിൽക്കുമെന്ന് പാടിയതാര്? ഭാരതിയാര്. അത് ഇവിടുന്നാ വന്നേ. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഇല്ലാന്ന് പറയരുത്. ധൈര്യമില്ല. നിങ്ങൾ ആരെടുത്ത് പറയണത്? ഈ തെറിയും ഈ മോശം പറയാൻ അവക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് നുണയാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ? ധൈര്യമായിട്ട് മുന്നോട്ടേക്കാ. വരുന്നിടത്ത് വെച്ച് കാണാന്ന്. അത്രയുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന നമ്മുടെ തലമുറയ്ക്കാ പ്രശ്നം. നമ്മുടെ തലമുറ സ്വസ്ഥമായി ജീവിക്കണ്ടേ? നമ്മൾ കൊള്ളുന്ന വെയിലാണ് നമ്മുടെ തലമുറയ്ക്കുള്ള തണല്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ എന്തിനാ സമ്പാദിക്കുന്നേ? നിങ്ങൾക്ക് തിന്നാനാണോ? നിങ്ങളുടെ വരും തലമുറ സ്വസ്ഥമായി ജീവിക്കാനല്ലേ? അവർക്ക് സ്വസ്ഥത വേണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇറങ്ങി ചെയ്യേണ്ടതുണ്ട്. ഐക്യം എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്ക്. നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ. പള്ളിയിലേക്ക് വരുന്നവരടുത്ത് കൃത്യമായി കാര്യം പറയുക. 15 പേരുണ്ടെങ്കിൽ 10 പേര് മാറി നിന്നിട്ട് പറ്റില്ല, ആ കുടുംബത്തിന് ഇവിടെ ചേർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ലവ് ജിഹാദാണ് ആളെ ചേർക്കുന്നുള്ള ആ പേര് ദോഷവും മാറി കിട്ടുമല്ലോ. നമുക്ക് ആള് വേണോ? മര്യാദയ്ക്ക് ജീവിക്കുന്നവര് പോരെ നമുക്കൊപ്പം? അത് പോരെ? ഗുഡ് നൈറ്റ്.